ഹായ് ഗായ്സ്, ഡു ഇറ്റ് പോഡ്കാസ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 80s IT റവല്യൂഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാവർക്കും അറിയാം, കമ്പ്യൂട്ടർ വന്നപ്പോൾ കുറേ ആൾക്കാരുടെ ജോലി പോയി, അല്ലെങ്കിൽ കുറേ ആൾക്കാർ പുതിയ സ്കില്ല് പഠിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്ന് അതേപോലെ തന്നെ ഒരു റവല്യൂഷൻ നടക്കുന്നതാണ് AI വെച്ചിട്ടുള്ള. അപ്പോൾ AI റവല്യൂഷൻ കുറിച്ച് നമുക്ക് ഇന്ന് AIനെ പറ്റി കൂടുതൽ അറിയാനും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ കോസ്മിക് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അവർ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അവർ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു കമ്പനിയാണ് അവർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അവർ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അവരുടെ ടീമിനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. പറഞ്ഞോളൂ. എൻ്റെ പേര് ജെറി. ഞാൻ ഏകദേശം ഒരു 3 to 4 ഇയേഴ്സായിട്ട് AI ഫീൽഡിൽ തന്നെയുണ്ട്. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതും AI തന്നെയാണ്. കൂടാതെ ഇപ്പം കോസ്മിക്കിൻ്റെ AI ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ്. എൻ്റെ പേര് കൃഷ്ണൻ. ഞാൻ എൽദോമാർ ബേസിസ് കോളേജിലെ BCA സ്റ്റുഡൻ്റാണ്, തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ്. സോ കോസ്മിക്കിൽ CEO കൂടിയാണ്. CEO ആണല്ലേ. ഹായ്, എൻ്റെ പേര് തൻവീർ. ഞാൻ കോസ്മിക്കിൻ്റെ CMO ആണ്. അതുകൂടാണ്ട് BCA തേർഡ് ഇയർ സ്റ്റുഡൻ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ആളെ കമ്പനി? 1 year. ഓക്കെ, നിങ്ങൾ കോളേജ് ഏതായിരുന്നു? എൽദോമാർ ബേസിസ് കോളേജ് മാംസ്. ഓക്കെ. കോളേജിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്? തീർച്ചയായിട്ടും അവിടുത്തെ മാനേജ്മെൻറ്റ് നല്ല സപ്പോർട്ടാണ്. ഇപ്പോഴും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്? തേർഡ് ഇയർ ആണ്. ഓക്കെ, നിങ്ങളപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വന്നു തുടങ്ങി? ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെ. ഓക്കെ, ശരി. നമുക്കപ്പോൾ ചോദിക്കാനുള്ളത്, നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് AIനെ പറ്റി അറിയാനാണ്. ഇപ്പോൾ ഞങ്ങളാണെങ്കിലും ഭയങ്കര എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ഏരിയയാണ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളും കൂടി ഉള്ളപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ AI ചൂസ് ചെയ്തു? അല്ലെങ്കിൽ ഓക്കെ, എന്തുകൊണ്ട് AI ചൂസ് ചെയ്തു എന്നുള്ള ക്വസ്റ്റിന് ഏറ്റവും സിമ്പിൾ ഒരു ആൻസർ പറയുവാണെങ്കിൽ, കാരണം ഇനിയുള്ള കാലത്ത് നമുക്ക് ഒരു AI എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ മുതൽ നിങ്ങൾ സഞ്ചരിക്കുന്ന റോട്ടിൽ വരെ നമുക്ക് ഇന്ന് AI കാണാം. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ഡെയിലി ഒരു തവണയെങ്കിലും AI ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റേറ്റ് പയ്യനെ കൂടി വരുവുള്ളൂ. ഇപ്പം നമ്മളെല്ലാ തവണ പറയുന്ന പോലെ നമ്മളുടെ കമ്പ്യൂട്ടർ വന്നത് വലിയൊരു എവല്യൂഷനായിരുന്നു. അന്നൊരു സമയത്ത് അത് പല ജോലികൾ കളയുമെന്ന് പറഞ്ഞ് പലരും അതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണ്ടു കാലങ്ങൾ കഴിഞ്ഞോടെ അതിൻ്റെ ഒരു ഉപയോഗം വന്നു. ഇപ്പം നമ്മളൊരു കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു ചെറിയൊരു കടയിൽ വരെ നമുക്ക് കമ്പ്യൂട്ടർ കാണാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മാറി. അതുപോലെ തന്നെയാണ് ഈ ഒരു AI എന്ന് പറയുന്നൊരു കാര്യം. AI അങ്ങനത്തെ തന്നെ ഒരു ചേഞ്ചാണ് ഇനി വരുത്താൻ പോകുന്നത്. അതിൻ്റെ ഒരു ബിഗിനിങ് ഫേസ് ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ സമയങ്ങൾ ഇനി മുമ്പോട്ട് പോകുന്നതോറും കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ അതിൻ്റെ ആദ്യ ഒരു ലക്ഷണങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതെ, അതിൻ്റെ നല്ല വശങ്ങളുണ്ട്, ചീത്ത വശങ്ങളുണ്ട്. ഇപ്പോൾ AI എന്ന് പറയുന്നത് എല്ലാ സെഗ്മെൻറ്റിലോട്ടും ഇപ്പോൾ AI കടന്നേക്കണാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇല്ലാത്ത ഇതാണ് ഒരു സെഗ്മെൻറ്റ് പോലും പറയാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാ സെഗ്മെൻറ്റ്, ഇപ്പം മെഡിക്കലാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഡിഫെൻസിലാവട്ടെ, അല്ലെങ്കിൽ ഏതൊരു കേസിൽ ഇപ്പോൾ IT ഫീൽഡിലാണെങ്കിലും ChatGPT അങ്ങനത്തെ പല ടൂൾസുകൾ നമ്മളിപ്പോൾ കുറച്ച് പേർക്കൊക്കെയാണ് ഇപ്പോൾ അറിയണത്. ChatGPT അങ്ങനത്തെ, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ടൂൾസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഒരു IT വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അപ്പോൾ എനിക്ക് എന്താ കേസ് എന്ന് പറയുന്നത്, എനിക്ക് കുറച്ച് ഈ ടൂൾസുകൾ ഞങ്ങൾക്ക് ഈസി ആവുന്ന ടൂൾസുകൾ അറിയുള്ളൂ. പക്ഷേ ഇതിനപ്പുറമുള്ള ടൂൾസുകൾ, പുതിയ ടൂൾസുകൾ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണെങ്കിലും കുറേ ആൾക്കാർ അല്ലെങ്കിൽ IT റിലേറ്റഡ് സംസാരിക്കുന്നവർ പുതിയ ടൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോണേ. അതിൻ്റെ ടൂൾസ് എന്നൊക്കെ പറയുന്നത് ഞാൻ ഇന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ ഇതിൻ്റെ നോക്കിയപ്പോൾ റീൽസ് ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെയാണെങ്കിലും അതിൽ കണ്ട കേസ് എന്ന് പറയുന്നത് ലോകത്തില്ലാത്ത ആൾക്കാരുടെ ഫേസ് അതന്നെ ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ ഇമേജുകൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക്, ഒരു ഫോട്ടോ എടുത്ത പോലെ തന്നെയുള്ള ഇമേജുകളാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ എന്തൊക്കെയാണ് വേറെ ടൂൾസ് നിങ്ങൾക്ക് അറിയുന്നൊക്കെ ഒന്ന് പറഞ്ഞേ. ഇപ്പോൾ ജെമിനി ഇറങ്ങിയിട്ടുണ്ട്. ജെമിനി എന്ന് പറയുന്ന ടൂൾ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ഇപ്പം നേരത്തെ പറഞ്ഞ ടൂൾ ഉണ്ടല്ലോ, അത് ശരിക്കും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്സ് ഉണ്ട് ഈ പറയുന്ന ടൂൾസിൽ. നെഗറ്റീവാണ് കൂടുതലും ഇപ്പോൾ നോക്കുമ്പോൾ, കാരണം ഒരുപാട് പേര് അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. സോ ടൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ChatGPT യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ബാഡ് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്, അത് ഗൂഗിളിൻ്റെ തന്നെ ഇറങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു ChatGPTയേക്കാൾ ബെറ്റർ ആണ് ബാഡ്. കാരണം പുതിയ അപ്ഡേഷൻസ് അതിനകത്ത് വരുന്നുണ്ട് ഓരോ ടൈമിലും. ഇപ്പോഴും ആളുകൾ യൂസ് ചെയ്ത് ChatGPT ആണെങ്കിൽ കൂടി ഒരുപാട് അപ്ഡേഷൻസ് അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് ബാഡിൽ. ഈ പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ AI എന്ന് പറയുന്ന ടൂൾസുകൾ എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്. യെസ്
ഇല്ലേ നമ്മളിപ്പോൾ ഇപ്പോൾ ചാറ്റ് ജി പിയുടെ തന്നെ അതിൻ്റെ തന്നെ പ്രീമിയം വേർഷൻ എടുക്കാം, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഇനി റെപ്ലിക്ക പോലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഒബ്വിയസ്ലി വരും. കാരണം ഇപ്പം നമ്മളൊരു നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ വന്ന ആ സമയങ്ങളുണ്ടല്ലോ, കമ്പ്യൂട്ടർ ഒരു റെവല്യൂഷനായിട്ട് വന്നൊരു സമയത്ത് നമ്മൾ നോക്കിയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഭയങ്കരമാണ്. ഇപ്പം നമ്മൾ പല ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൊക്കെ നമ്മൾ കാണാറില്ല, വെറും 500 MB അന്ന് ഭയങ്കര വിലയായിരുന്നു. അതെ അതെ. ഇന്നിപ്പോൾ എന്ത് റേറ്റ് ഉണ്ട് അതിന്. അപ്പം അതുപോലെ തന്നെ കുറച്ച് ഇപ്പം അത് പുതിയൊരു കാര്യമായതുകൊണ്ടാണ് ഇത്രയും റേറ്റും പ്രീമിയർ ആയിട്ട് വരുന്നത്. കാരണം അത് ഉണ്ടാക്കുന്ന ആൾക്കാർ കുറവാണ്, അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ആയിട്ട് ഉള്ളവർ കുറവാണ്. അപ്പം നമ്മളുടെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു കമ്മ്യൂണിറ്റീനെ അതിൻ്റെ ഒരു അറിവ് കൂടുതൽ പകർന്നു കൊടുക്കുക, സോ ദാറ്റ് അവർക്കും ഇതുപോലെ കുറച്ചും കൂടെ പോപ്പുലർ ആക്കുക. അപ്പം പോപ്പുലർ ആക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഒത്തിരി ആൾക്കാർ വരും. ഇപ്പം ഡിമാൻഡിൻ്റെ അത്രയും ഒരു ഇതില്ല, അതാണ് ഇപ്പം പ്രശ്നം വരുന്നത്. അപ്പം ആ ഒരു ഡിമാൻഡ് മീറ്റ് ചെയ്യണ സമയത്ത് ഈ പറയുന്ന പോലെ ഒത്തിരി ആപ്ലിക്കേഷൻസ് വരും. ഇപ്പം ChatGPT മാത്രമേ ഉള്ളെങ്കിൽ ChatGPTക്ക് എത്ര വേണമെങ്കിലും പ്രീമിയം വേണമെങ്കിൽ അതിൻ്റെ ഒരു പ്രോ വേർഷന് വേണ്ടി വെക്കാൻ പറ്റും. പക്ഷേ അതുപോലെ തന്നെ ഒരു 10-20 ആപ്ലിക്കേഷൻ ഉള്ള സമയത്ത് ഒരിക്കലും അവർക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം റിയൽ എഡിറ്റിംഗ് ടൂൾസിനായിട്ട് പോലും അങ്ങനെയുള്ള ടൂൾസ് ഇനി വരും. ഇപ്പോൾ പണ്ട് കാലത്തും എല്ലാ കാലത്തും അങ്ങനെ ഒരു പ്രീമിയം വേർഷൻ അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം പയ്യെ ഡെവലപ്പായി വരും. അതിപ്പോൾ ആദ്യം ഒരു ഫേസ് ആയതുകൊണ്ടാണ് ഇത്രയും പ്രീമിയം റേറ്റും എന്ന് പറയുന്നത് അത്ര ഒരു ഇതായിട്ടിരിക്കുന്നത്. പക്ഷേ വിതിനൊരു 5 to 10 years വളരെ കോമൺ ആവും. എന്ന് പറയുന്നത് വളരെ കോമൺ ആവും. അതെ അതെ അതെ. ഇപ്പോൾ വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ കുറേ ഈ അടുത്ത് തന്നെ ആണെങ്കിലും കുറച്ചാൾ മുമ്പ് തന്നെ ഫേസ്ബുക്കിൻ്റെ തന്നെ ഒക്കെ അവർ ബാൻ ചെയ്തെന്ന് അതെ അതെ. അവർ തന്നെ ലൈക്ക് 2 AI തന്നെ അവർ തന്നെ ഒരു ലാംഗ്വേജ് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നൊരു ന്യൂസ് ഞാൻ വായിച്ചു. ഓക്കെ ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കേസും കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ജോലികളിലോട്ടും ഇപ്പോൾ സാധ്യതകൾ ഞാൻ ചോദിക്കണത്, ഇപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോൾ പഠിച്ചാൽ ഇപ്പോൾ എല്ലാവരും അതിലോട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. എന്ന് പറയുന്ന സംഭവം പഠിക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് കമ്പ്യൂട്ടർ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് പോലെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർ, ഇപ്പോൾ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ പോലും എയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ളത് അവർക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോൺസ് തന്നെ ആയിക്കൊണ്ടിരിക്കുന്നതാണ്, എല്ലാ കാര്യങ്ങളും ആയിക്കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ എനെ കുറിച്ച്? ഓക്കെ, അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ 2023 വേൾഡ് എക്കണോമിക് ഫോറം ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവർ ഒത്തിരി സർവേസ് എല്ലാം നടത്തുന്നവരാണ്. അപ്പോൾ അവർ അടുത്ത വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ജോബ് സാധ്യത വരുന്ന ജോബും ഇപ്പോൾ ഏറ്റവും പോയിക്കൊണ്ടിരിക്കുന്ന ജോബിൻ്റെ ഒരു സർവേ റിസൾട്ട് കൊടുത്തായിരുന്നു. അതിൽ ഫസ്റ്റ് പൊസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ പറയുന്നതല്ല, വേൾഡ് എക്കണോമിക് ഫോറം പോലെയുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ആൾക്കാർ പറയുന്ന അവരുടെ ടോപ്പ് 10 ലിസ്റ്റിൽ ഒരു ടോപ്പ് ലൈക്ക് 3 AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇതിലത്തെ ഒന്നാമത്തെ പൊസിഷൻ AI മെഷീൻ ലേണിംഗ് തന്നെയായിരുന്നു. അപ്പം അത് കാണിക്കുന്നത് തന്നെ അതിൻ്റെ ഒരു ഫ്യൂച്ചറാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പം കമ്പ്യൂട്ടർ വന്നതുപോലെ തന്നെ AI വരുന്ന സമയത്ത് ഒത്തിരി ജോബുകൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ജോബ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും വേണം, അത് ആ ഒരു പുതിയ ടെക്നോളജി പഠിച്ച ആൾക്കാർ വേണം. ഇപ്പം നമ്മൾ ഒരു 25 വർഷം പുറകോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു 1990s നോക്കുകയാണെങ്കിൽ ഇന്നുള്ള ഒരു 80% ജോബ് ഇങ്ങനെ വരും എന്ന് പോലും നമുക്കന്ന് ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോഴും നമ്മളിരിക്കുന്നത്. നമുക്കൊരു 25 വർഷം കഴിഞ്ഞ് ഏതൊക്കെ ജോബ്സ് ആവും എന്ന് നമുക്ക് എക്സാക്ട്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ AI ബേസ് ചെയ്തിട്ടുള്ള ഇപ്പം ടൂൾസും കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ പണ്ടാണെങ്കിൽ ചിലപ്പം ആ ഒരു എഡിറ്റിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാനായിരുന്നു പഠിക്കേണ്ടത്. പകരം ഇപ്പം ഇനി വരാൻ പോകുന്നത് ചിലപ്പോൾ AIയുടെ ടൂളായിരിക്കും ചെയ്യാൻ പഠിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഒരു വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ AI കുറച്ചും കൂടി ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലേ? ഇപ്പോൾ പറഞ്ഞ കേസിൽ തന്നെ ഇപ്പോൾ ഒരു എഡിറ്റിങ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഈ പോഡ്കാസ്റ്റ് എഡിറ്റ് ചെയ്യണതിൻ്റെ തന്നെ ആണെങ്കിലും ഇപ്പോൾ സോഫ്റ്റ്വെയർ ഉണ്ട്. അതെ, സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്ക് വേണ്ട 3 ക്യാമറയിൽ അടക്കുന്ന ആംഗിൾസ് ആണ് വേണ്ടത്. അപ്പോൾ 3 ക്യാമറയും കട്ട് ചെയ്ത് വരാനുള്ള ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ 2 ദിവസത്തെ പരിപാടി ആയിരിക്കും. ആക്ച്വലി എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടും. വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പം നോർമൽ ഒരാൾക്കും കൂടി ഈ സാധനം സോഫ്റ്റ്വെയറിൽ ഇട്ട് കൊടുത്താൽ മതി. ഉദ്ദേശം തന്നെ പറഞ്ഞാല് ഒന്നുകൂടി സിമ്പിൾ ആക്കുക, കുറച്ചും കൂടി സിമ്പിൾ ആക്കുക. അതെ. പിന്നെ വേറെ ഒന്നല്ലേ, കുറേ പേര് ഇതേപോലെ തന്നെ ഇപ്പോൾ എക്സാമ്പിൾ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കേസൊക്കെ ആണെങ്കിലും, ഇപ്പോൾ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഫോട്ടോ വേണം, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്ലാസിൻ്റെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വെള്ളം നിറച്ചിട്ടുള്ള ഗ്ലാസിൻ്റെ വെച്ചിട്ടുള്ള ഫോട്ടോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് എടുത്തേ പറ്റും, അവർക്ക് അതിന് ചിലവുണ്ടാവും. പക്ഷെ ഇന്ന് അത് വെറുതെ സിമ്പിളാക്കി അവർക്ക് അതേ റിയലിസ്റ്റിക് ആയിട്ട് കൊടുക്കും. അതാണ് ഡിഫറെൻറ്റ്. ഇപ്പോൾ ഞങ്ങളൊരു സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്.
അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ പണ്ടാണെങ്കിൽ നമ്മളിങ്ങനെ സോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കണമായിരുന്നു. അതെ. ഇന്നിപ്പോൾ AI വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം അതുപോലെ തന്നെ ഒരു ഗ്രാഫിക് ഡിസൈനറിന് പണ്ട് ഇപ്പം ചന്ദ്രനിൽ നിന്ന് പിസ്സ കഴിക്കുന്ന ഒരു പൂച്ച അത് ഉണ്ടാക്കണമെങ്കിൽ എത്ര നേരം എടുക്കും? അല്ല അത് തന്നെ ഇപ്പം ജസ്റ്റ് ഒരു ക്ലിക്കിൽ സാധനമായി അതെ, നമുക്ക്. അതൊക്കെ നമ്മൾ ഭയങ്കര ക്രിയേറ്റീവ് ആക്കി ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ സാധനം വന്നപ്പോൾ സിമ്പിളാക്കി കളഞ്ഞു ശരിക്കും അതെ, പറഞ്ഞാൽ. ഡാലി 2 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അതിനുള്ള പ്രോംപ്റ്റ്, ഗൂഗിളിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെർഫെക്ഷനോടെ നമുക്ക് ശരിക്കും create ഈ ചെയ്തെടുക്കാം. പ്രോംപ്റ്റ് പഠിപ്പിക്കുന്ന തന്നെ ശരിക്കും പറഞ്ഞ ഒരു സാധ്യത അതെ, ഉണ്ട്. അത് Googling തന്നെ ഒരു സ്കില്ലാണ്, അതെ, ഒരു Googling ഒരു ബേസിക് skill സ്കില്ലായിട്ട് അതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, പ്രോംപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പൊ എക്സാമ്പിൾ ലെറ്റർ ചെയ്യണത്. അതെ. ഇപ്പൊ എല്ലാവരും ലെറ്റർ എടുക്കണമെന്ന് എനിക്ക് മിക്കപ്പോഴും തോന്നണത് എല്ലാ ഓഫീസിലെ പോലും ChatGPT തുറന്നു വെച്ചിട്ടായിരിക്കും ഇവർ പണിയെടുക്കണേ. അതെ അതെ അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും അതല്ലേ. പക്ഷേ ChatGPT അടുത്തുണ്ടോ എന്ത് ചോദിക്കണം. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ ഏതാണെങ്കിൽ പോലെ പണ്ട് നമ്മൾ ഗൂഗിള് സെർച്ച് ചെയ്ത് നോക്കേണ്ട ടൈം, ഇമേജസിൽ നോക്കും. ഇമേജസ് ഒക്കെ നോക്കി അങ്ങനെ എടുക്കാൻ ടൈം എടുക്കും. Yes. ഇന്ന് അതുപോലും വേണ്ട. ഇന്ന് ChatGPT ഇന്ന കാര്യങ്ങൾ വേണം, എനിക്ക് ഇന്ന കാര്യം വേണം, എൻ്റെ പേര് വെച്ചിട്ട് വേണം ഇത് കാര്യങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ കറക്റ്റ് പറയും. ഞാൻ എന്താന്ന് വരെ കൊടുക്കാൻ പറ്റും. അതെ. ഞാനൊരു സ്റ്റുഡൻ്റ് ആണോ, ഞാനൊരു ടീച്ചറാണോ, സോ അത് തന്നെ ബിഹേവ് ചെയ്ത് നമുക്ക് തരും. അതെ തന്നെ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരാളുടെ അടുത്ത് ഇപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കണ പോലെ ChatGPT ഇപ്പോൾ ഡെയിലി വെറുതെ ഗുഡ് മോർണിംഗ് ചോദിച്ചാൽ ഗുഡ് മോർണിംഗ്, ഓക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, ഇതുപോലെ തന്നെയൊക്കെ കാര്യങ്ങൾ ചിലവരുണ്ട്. എന്ന് വെച്ചാൽ വെറുതെ ആണെങ്കിലും ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരു ഹ്യൂമൻ, ഇപ്പം നമ്മളാണെങ്കിൽ ഒരാളപ്പുറത്തുണ്ടെന്നുള്ള ഫീല് കിട്ടുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഹ്യൂമനെ റീപ്ലേസ് ചെയ്യണ പോലെ അല്ലേ. അതെ, അതെ. അതെ. ഇപ്പോൾ ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കണേൻ്റെ, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് കൂടണേ. ട്രസ്റ്റ് എന്ന് പറയുന്ന കേസ് എന്ന് പറയുന്നത് ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്ന നേരത്ത് അവൻ പറയുന്നതെല്ലാം ശരിയാണ്. Yes. അതാണ് എയുടെ അത് നല്ലൊരു കാര്യമാണ്, പക്ഷെ അതൊരു ഭവിഷ്യത്തും കൂടി അതെ, കാണുന്നുണ്ട്. ഇതിന്റെ ഒരു നല്ല ഫേസ് ഉള്ള പോലെ തന്നെ അതിനൊരു നെഗറ്റീവ് ഫേസും ഉണ്ട്. നമ്മൾ അതും കാണാതിരിക്കാൻ പറ്റൂല. അതെ അതെ അതെ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ കുറിച്ചുള്ള ഞാനും അറിഞ്ഞപ്പോൾ തന്നെയാണെങ്കിൽ ഞാൻ കുറേ ചിന്തിച്ച് നോക്കിയപ്പോഴാണ് ഇതേപോലെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. ഇപ്പോൾ അവർ പറയണ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇവൻ ഒരു തെറ്റ് പറഞ്ഞു, നമ്മൾ പക്ഷെ വിശ്വസിക്കാതെ പറയണ ശരിയാണ്. ഉറപ്പായിട്ടും. ഇല്ലേ? കാരണം അത്രത്തോളം ട്രെയിൻഡ് ഡാറ്റയാണ് അതിൻ്റെ അകത്തുള്ളത്. ഏകദേശം ChatGPT കേസിൽ വരുമ്പോൾ ഏകദേശം 1.5 CR ബുക്സ് ടെക്സ്റ്റ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കൊടുത്തിങ്ങനെ ട്രെയിൻഡ് ഡാറ്റ ടെക്സ്റ്റ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ 1.5 CR ബുക്സിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അത്രയും വൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ഡാറ്റ ആണുള്ളത്. അല്ല ഈ ഡാറ്റ അതന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളെ എന്തിനെക്കുറിച്ച് ചോദിച്ചാലും. പിന്നെ നമുക്കറിയാം കുറേ കാര്യങ്ങൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ തന്നെ ഇപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യണ പല കാര്യങ്ങളും. ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കുറേ ആൾക്കാർ പഠിച്ചു കഴിഞ്ഞാലും ഇത് ഇങ്ങനെ മിസ്യൂസ് ചെയ്യാം. Yes. വേണമെങ്കിൽ നല്ല രീതിയിൽ വേണമെങ്കിൽ മിസ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ വേറൊരു എയുടെ പ്രശ്നം എന്ന് പറയുന്നത്, മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഡീപ്പ് ഫേക്ക് വീഡിയോസ്. അതെ. Yes. അതൊരു വലിയൊരു ചർച്ചാ വിഷയമാണ് ഇപ്പോൾ നടക്കുന്നത്. അതെ. ഇപ്പോൾ കുറേ ആക്ടേഴ്സിൻ്റെയും അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ കുറേ ഡീപ്പ് ഫേക്ക് വീഡിയോസ് കാര്യങ്ങളെല്ലാം. നല്ല രശ്മിക മന്ദനയുടെ അതെ നല്ല രീതിയിലായിരുന്നു. മാർക്ക് സക്കർബർഗിൻ്റെ ഒരു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആണല്ലേ, ഓക്കെ. അതന്നെ ഇപ്പോൾ ഇതൊക്കെ ഭയങ്കര ശരിക്കും പറഞ്ഞൊരു ബാഡായിട്ടും വന്നിട്ട് നല്ല രീതിയിൽ എനെ കുറിച്ച് പറയാൻ നേരത്തുള്ള ഈ ഡീഫേക്ക് തന്നെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം, ചീത്ത രീതിയിൽ യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് ഒരു സിനിമ കൺസിഡർ ചെയ്യുക. ഇപ്പം അതിൻ്റെ ഒരു തേർഡ് പാർട്ടോ ഫോർത്ത് പാർട്ടൊക്കെ നോക്കുക. അപ്പം ഫസ്റ്റ് 2 പാർട്ടിലുള്ള ആൾക്കാർ മരിച്ചുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഡീക്ക് ഫേസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആ ക്യാരക്ടറിനെ അവിടെ ബിൽഡ് ചെയ്യാം. നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് വശമുണ്ട് അവിടെ. പക്ഷേ അതുപോലെ തന്നെ ഡീക്ക് ഫേക്കിന് നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. അപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഒരു ഇന്ത്യ പോലൊരു കൺട്രിയിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ചിലപ്പോൾ ഒരു വളരെ മോശമായ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന പോലെ ഒരു ഡീക്ക് ഫേക്ക് ഉണ്ടാക്കിയാൽ അത് വലിയൊരു റയോട്ട് തന്നെ ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഇന്ത്യ പോലുള്ള കൺട്രിയിൽ. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം നേരത്തെ കണ്ടില്ലായിരുന്നു എവിടെ ഒരു ഫ്രോഡ് നടന്നു. ഇപ്പം എൻ്റെ ഫ്രണ്ട് വിളിച്ച് പൈസ ചോദിച്ചു എന്നുള്ള രീതിയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അതേ ഒച്ചയിൽ തന്നെ എന്നോട് വിളിച്ച് മണി ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഫ്രണ്ടിന് നമ്മൾ പൈസ കൊടുക്കൂല. ഇവൻ ഇപ്പം അതെന്ന് പറയണത് വാട്സപ്പിൽ തന്നെയാണെങ്കിലും അത് വീഡിയോ കോൾ പോലെ. കുറച്ചാളുമ്പ് നമ്മുടെ ഇവിടെ തന്നെ ഒരു സ്കാം നടന്നിരുന്നു ഇങ്ങനെ ഡീഫേക്ക് ബന്ധപ്പെട്ട്. എന്ന് വെച്ചാൽ വിളിച്ച് പൈസ ചോദിച്ചു, അതിന് ശേഷം വീഡിയോ കോൾ ചെയ്ത് പൈസ ചോദിച്ച്. അപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല ഒരിക്കലും ഡീഫേക്ക് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ. നമ്മൾ ഒറിജിനൽ ആളാന്ന് വിചാരിച്ചിട്ട് അവർക്ക് പൈസ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമൊന്നും നമുക്ക് കറക്റ്റായിട്ട് ഒരു അവയർനെസ് കിട്ടാത്തതിൻ്റെ ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. അല്ല നമ്മളിപ്പോൾ വേറൊരു കേസും കൂടി ആലോചിക്കണേ. ഇപ്പോൾ എക്സാമ്പിൾ
എന്നെ വീഡിയോ കോൾ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ വീട്ടിലാരെങ്കിലും എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട്, അപ്പം നമ്മൾ വിചാരിക്കും അതെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ കോഡ് കൊടുക്കേണ്ട അവസ്ഥയായിരിക്കും. കോഡ് പറ എന്നാലാണ് ഞാൻ വിശ്വസിക്കുള്ളൂ. അല്ല സത്യം പറയും, ഇത് ഇപ്പൊ കോഡ് പോലും എഐക്ക് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് വരും. അതെ, ചിലപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ അവരെ തന്നെയാണല്ലോ, നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ തന്നെയാണെങ്കിലും ഇതെല്ലാം ഓട്ടോമേറ്റഡ് റെക്കോർഡ്. ഇത്രയും ഡേറ്റ അവരെ കയ്യിലുണ്ടല്ല, കോഡും എന്തായാലും അവരെ കയ്യിൽ ഇത്രയും ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ കോഡ് കണ്ടിരിക്കാൻ പണിയില്ലല്ലോ. അതെ, അല്ല ഒരു മനുഷ്യനെ നമ്മള് ക്യാപ്ച എടുക്കില്ലേ, നമ്മുടെ ഫോണിൽ ക്യാപ്ചാസ് നമ്മൾ നോക്കില്ലേ, ശരിക്കും പറഞ്ഞാൽ അത് എഐക്ക് നമ്മൾ ട്രെയിൻ ചെയ്യുവാണ് ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ബിഹേവിയറൽ ഡേറ്റയാണ് അതിൻ്റെ അത് വരുന്നത്. വെച്ചാൽ ഇപ്പോൾ കാറ് എവിടെ നോക്കുക, അത് ചിലപ്പോൾ എക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തൊരു പിക്ചർ ആയിരിക്കും. അപ്പം നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് അതാണ് കാർ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ അത് എനെ ട്രെയിൻ ചെയ്യിപ്പിക്കാം. അങ്ങനെ ഡെയിലി നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക സ്ഥിരമായിട്ട്. അത് എ ആണോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, ശരിക്കും എയെ നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മളറിയാതെ നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാ കാര്യങ്ങളും. ഇപ്പം ഗൂഗിളിൽ ഒരു സെർച്ച് ആയിക്കോട്ടെ, അത് ട്രെയിനിങ് ആണ്. ചാറ്റ് ജി പി ടിയിൽ ഇപ്പം നമ്മൾ കൊടുത്തൊരു ലെറ്റർ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലെറ്റർ ഉണ്ടാക്കി, ആക്ച്വലി നമ്മൾ ചാറ്റ് ജി പി ടിനെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായി നടന്നുകൊണ്ടിരിക്കുക. അത് അവർ ഓക്കെയാണ് എന്നൊക്കെ പറയുന്നത്, അത് ഓക്കെ, ഇത് അവരുടെ ഡാറ്റാബേസിലോട്ട് കയറിക്കൊണ്ടിരിക്കും. എനിക്ക് റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത കുറെ ഫോട്ടോസ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് മെയിനെ പഠിപ്പിക്കും, ഇതാണ് കാറ്, ഇതാണ് കാറ്. അപ്പൊ അവിടെ ട്രെയിൻ ആയിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ ഒന്നും കാണിക്കില്ല. അപ്പൊ ഇതിനകത്തൊന്നും ഇല്ല എന്നൊരു സംഭവം നമ്മൾ നെക്സ്റ്റ് അടിച്ച് പോകുമല്ലോ, അതിനകത്ത് അങ്ങനെ ഒരു പിക്ചർ ഇല്ലെങ്കിൽ അപ്പോൾ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എ പറയാണ് ഓക്കെ അതിനകത്ത് ഇല്ല അങ്ങനെ ഒരു സംഭവം. എക്സാമ്പിൾ അത് ഞാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൽ വന്നതെല്ലാം മിക്ക കണ്ടിട്ടുണ്ടോ, ബൈസിക്കിൾ, സ്ട്രീറ്റ് ലൈറ്റ്, ബസ്, കാറ്, ഇതേപോലത്തെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഡാറ്റാസ് യൂസ് ചെയ്തൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാറിൻ്റെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഏകദേശം ഒരുപാട് ഡാറ്റ ആണ്, മില്യൺസ് ഓഫ് ഡാറ്റ ആണ്. എത്രമാത്രം ഇതിന് ഡാറ്റ കൊടുക്കും അത്രമാത്രം ഇത് അടിപൊളി ഔട്ട്പുട്ടുകൾ വരും. ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ ഒരാളെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒരു അടിപൊളിയാക്കൂല. അതുപോലെ തന്നെ അതിന് നമ്മൾ ഡെയിലി ഇങ്ങനെ ഡാറ്റ കൊടുത്ത് എത്രമാത്രം ബില്യൺ കണക്കിന് ഡാറ്റ കൊടുത്താലാണ് ഇത് ആ ഒരു ഔട്ട്പുട്ട് അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ആക്ച്വലി എയുടെ ഒരു കൺസെപ്റ്റോ തിയറികളോ എല്ലാം ഇന്നൊന്നും വന്നതല്ല. അത് 1970s മുതലൊക്കെ ഒത്തിരി എ ഉണ്ട്. പക്ഷേ അത് എന്തുകൊണ്ട് ഇപ്പോഴാണ് അതെല്ലാം തലപൊക്കി വരുന്നത്? അല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇപ്പോഴാണ് എ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എ നേരത്തെ ഉണ്ട്, കുറേ കാലം മുമ്പ് തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ റോക്കറ്റ് ലോഞ്ച്, അതൊരു എ ബേസ്ഡ് തന്നെയല്ലേ? അവിടെ അതില് ഒരു അതിന്റെ കുറച്ച് കാര്യങ്ങൾ അതൊരു ഒരു പ്രോസസ്സിങ് കാര്യങ്ങൾ, പിന്നെ അവിടെ നിന്നാണെങ്കിലും അവര് ഡാറ്റ എന്തെങ്കിലുമൊക്കെ എന്തായാലും അതിൽ നടന്നിട്ടുണ്ടോ. പിന്നെ അല്ലാതെ ഫോൺ പോലും എ വെച്ച് ക്യാമറ അല്ല, ഇപ്പൊ അതൊക്കെ ഈ ഞാൻ പറഞ്ഞതാ. അതിന് മുമ്പേ പണ്ടേ കാൽക്കുലേറ്റർ ഫോർ എക്സാമ്പിൾ, കാൽക്കുലേറ്റർ ടോട്ടലി ചെയ്യാന്ന് പറയാൻ പറ്റില്ല, അതൊരു അൽഗോരിതംസ് യൂസ് ചെയ്ത അതൊരു അൽഗോരിതം. കാൽക്കുലേറ്റർ അല്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, അപ്പം എന്തുകൊണ്ട് അത് ഇപ്പം തല പൊക്കി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം. ഓൾറെഡി 1970s കണ്ടുപിടിച്ച അൽഗോരിതംസ് അല്ല എന്നുള്ള കാര്യം. പക്ഷെ അന്ന് അത് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ഡേറ്റയോ കമ്പ്യൂട്ടിംഗ് പവറോ നമുക്കില്ല. പക്ഷെ ഇപ്പം വരുമ്പോഴേക്കും ഈ കമ്പ്യൂട്ടിംഗ് പവർ വന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഡേറ്റയാണ്. കാരണം ഡേറ്റ പഠിപ്പിച്ചാണ് നമ്മൾ അതിനെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ സിമ്പിൾ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ മെഷീനെ പഠിപ്പിക്കുന്നു, മെഷീൻ പഠിക്കുന്നു. അത് തന്നെയാണ് കൺസെപ്റ്റ്, മലയാളത്തിലേക്ക് അർത്ഥമെടുത്ത ഉള്ള പോലെ തന്നെയാണ്. അപ്പം ഈ മെഷീനെ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ അനുസരിച്ചുള്ള ക്വാളിറ്റി ഡേറ്റ വേണം. അപ്പോൾ ഈ ക്വാളിറ്റി ഡേറ്റ ഇല്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. പക്ഷേ ഈ ഒരു ഇൻ്റർനെറ്റ് ഇത്രയും എസ്റ്റാബ്ലിഷ് ആയതോടെയൊക്കെ ഡേറ്റ വളരെയധികം വന്നു തുടങ്ങി. അത് ഈ അടുത്ത കാലത്താണ് വന്നു തുടങ്ങിയത്. ഈ ഡേറ്റ വന്ന് തുടങ്ങിയതോടെയാണ് ഇത്രയും കാര്യങ്ങൾ, ഇപ്പോൾ AI അൽഗോരിതംസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഇത്ര സ്ട്രോങ് ആയി വരുന്നത്. ഇപ്പം നമ്മളുടെ ഈ ഡീപ് ഫേക്കിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഏകദേശം ഒരു 3 വർഷം മുമ്പേ ഈ ഡീപ് ഫേക്ക് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ പ്രോജക്ട്സ് ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പം അന്നൊരിക്കലും ഈ ഡീപ് ഫേക്ക് ഇത്രയും സ്ട്രോങ് അല്ല. പക്ഷേ അതിൽ നിന്ന് ഇപ്പം മാറി വന്ന് ഇപ്പോഴത്തെ ഒരു ഡീപ് ഫേക്ക് കാണുവാണെങ്കിൽ അത് റിയൽ ആണോ ഒറിജിനൽ ആണോ എന്നുള്ളൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്ത അത്രയും എഫിഷ്യൻ്റായി വന്നുകൊണ്ടിരിക്കുക. മേ ബി അതൊരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ എത്രമാത്രം എഫിഷ്യൻ്റ് ആവും നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയോ. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങളല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞ പ്രോജക്റ്റ് ഡീപ് ഫേക്കിൻ്റെ വെച്ചുള്ള നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്? ഞങ്ങൾ അത് ആക്ച്വലി ഞങ്ങളൊരു ഡീപ് ഫേക്ക് ഡിറ്റക്ഷൻ ആണ് ചെയ്തത്. ഇപ്പം ഡീപ് ഫേക്ക് ഉണ്ടാക്കുന്ന ഓൾറെഡി ഉണ്ട്, നമുക്കതല്ല വേണ്ടേ. അതും ഞങ്ങൾ ആക്ച്വലി ഇതുപോലെ
ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയതാണ്. ഈ ഒരു നേരത്തെ നമ്മൾ ഈ ഒരു ഇഷ്യൂ കണ്ട് നമ്മളൊരു 2 years മുമ്പ് ഇതിൻ്റെ വർക്ക് തുടങ്ങി. നമ്മൾ അതിന് ഓൾറെഡി 2 ഇൻ്റർനാഷണൽ പേപ്പേഴ്സ് നമ്മളതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമുക്ക് തരുവാണെങ്കിൽ അതിൽ ഡീപ് ഫേക്ക് കണ്ടന്റ് ഉണ്ടോ എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്കതിപ്പോൾ ഇൻസ്റ്റാഗ്രാം അതുപോലെയുള്ള സോഷ്യൽ മീഡിയാസിൽ നമുക്കത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല, നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ അൽഗോരിതത്തിലേക്കൂടെ ഒന്ന് കിടത്തി വിടുവാണെങ്കിൽ, അപ്പോൾ അതിലൊരു ഡീപ് ഫേക്ക് കണ്ടന്റ് ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ അത് സോഷ്യൽ മീഡിയാസ് അപ്ലോഡ് ചെയ്യാൻ പോലും നോ പറയുവാണെങ്കിൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാം. കാരണം വൺസ് ഒന്ന് അപ്ലോഡ് ചെയ്താൽ നമുക്കറിയാം ഏത് രീതിയിലൊക്കെ പോകും, നമുക്കറിയാം. പോയിട്ട് നമുക്കത് മാറ്റുക എന്നുള്ളത്, പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി കുറേ കാര്യങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ ഈ ഡീപ് ഫേക്കിൻ്റെ ആണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ നേരത്തോ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഒന്നാമത്തേരും ഒരാളിട്ട കണ്ടന്റ് തന്നെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പോകും. അപ്പോൾ ഒന്ന് കയറുന്നതിന് മുമ്പ് ഒരു പ്രോസസ്സിങ് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. തീർച്ചയായിട്ടും അത് ബിൽഡ് ചെയ്ത് വരും. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് കണ്ടന്റ്സ് കയറിപ്പോവും ഇതുപോലത്തെ. അല്ല, അത് ഓൾറെഡി ബിൽഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ അറിവിൽ അത് ഇംപ്ലിമെൻ്റ് ആയോന്ന് പോലും എനിക്കറിയില്ല. കാരണം ഈ കാഗിൾ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് ആക്ച്വലി. അവിടെയാണ് ഇപ്പം ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള പ്രോജക്ട്സുകൾ ഇവിടെ ഇപ്പം ഫേസ്ബുക്ക്, ഗൂഗിൾ പോലെയുള്ള കമ്പനീസ് അല്ലെങ്കിൽ വലിയ കമ്പനീസ് അവർക്ക് പ്രോജക്റ്റ് വെക്കും. അപ്പം നമുക്ക് ഇൻഡിവിജ്വൽസിന് പ്രോജക്റ്റ് ചെയ്ത് കൊടുക്കാം, അതിനൊരു പ്രൈസ് മണി കാണും. അങ്ങനത്തെ കാഗിൾ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഫേസ്ബുക്ക്, ഗൂഗിൾ ഇവരെല്ലാം യുണൈറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി തന്നെ ഒരു പ്രോബ്ലം അവിടെ കൊണ്ടുവരികയും അത് ആക്ച്വലി ക്ലോസ്ഡ് ആയി. അപ്പോൾ അതിന് ഓൾറെഡി സൊല്യൂഷൻ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഞങ്ങൾ പഠിച്ചപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ ആ പ്രോജക്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡേറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്ക് ഒരു ഫേക്കിൻ്റെയും ഒറിജിനലിൻ്റെയും വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അത്. അപ്പോൾ ഈ ഡേറ്റ സെറ്റൊക്കെ തന്നത് അവരായിരുന്നു. നമുക്കൊരിക്കലും ഡേറ്റ സെറ്റ് കിട്ടുക എന്നുള്ളത് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. കാരണം ഞാൻ അതിന് വേറൊരു സിമ്പിൾ എക്സാമ്പിൾ പറയും. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഒരു വർഷം മുമ്പൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ 10 വയസ്സിൽ എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു റീലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാനൊരു ന്യൂസ് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ഡേറ്റ കിട്ടാനുള്ള ഇവരുടെ ഒരു സൂത്രങ്ങളായിരുന്നു. കാരണം അപ്പോൾ അത്രയും പേരുടെ കുഞ്ഞു പ്രായത്തിൽ ഇത്ര, വലിയ പ്രായത്തിൽ ഇത്ര എന്നുള്ള ഡേറ്റയെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 6 മാസം 8 മാസം കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് വരും, നമ്മളുടെ ഏജ് മാറ്റാം. അത് കണ്ടിട്ടില്ല? ഇപ്പം നമ്മൾ 5 വയസ്സിൽ ഞാൻ എങ്ങനെ ഇരിക്കുന്നത്, 100 വയസ്സിൽ. അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡേറ്റ ആവശ്യമുണ്ട്. അപ്പോൾ ഡേറ്റ എങ്ങനെ കിട്ടും? ഡേറ്റ കാരണം നമുക്ക് നമ്മളുടെ 2 ഏജിൻ്റെ അല്ലെങ്കിൽ 4 ഏജിൻ്റെ ഇമേജ് ഉണ്ടെങ്കിലാണെങ്കിൽ ഒരു ഡേറ്റ സെറ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഡേറ്റ സെറ്റ് ആർട്ടിഫിഷ്യൽ ഇവർ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് അങ്ങനത്തെ ട്രെൻഡൊക്കെ പോപ്പുലർ ആക്കിയത് എന്നൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. അല്ല, കുറേയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് തന്നെ. ഇത് ഈ ട്രെൻഡ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഇപ്പം എക്സാമ്പിൾ നമ്മൾ ചിലവർ ഇയറിൻ്റെ ഇടും, ഓരോ ഇയറിൽ ചേഞ്ചസ് ഇടും. ചിലപ്പോൾ ഇതൊക്കെ ഡാറ്റ ആയിട്ട് പോകുന്നതാണ് ഓരോ. പിന്നെ കണ്ടല്ലേ ചിലവർ സെയിം അല്ലെങ്കിൽ സെയിം ഒരു ഇത് പൊസിഷനിൽ നിന്ന് തന്നെ ഫോട്ടോസ്, അത് 100 ദിവസത്തെ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞു പോകാറുണ്ട്. പിന്നെ 10 year ചലഞ്ച്, 20 years ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇനി ഫ്യൂച്ചറിലെ ഡാറ്റയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ട് ഇപ്പോൾ സ്നിക്കേഴ്സിന്റെ ഒക്കെ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നമുക്ക് നമ്മുടെ ഡാറ്റ കൊടുത്തിട്ടാണ് നമ്മൾ ആ ക്യാഷ് ബാക്ക് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് ഡാറ്റ അവരുടെ കയ്യിലുണ്ട് നമ്മുടെ, സത്യം പറഞ്ഞാൽ. തീർച്ചയായിട്ടും ശരിയാണ്. ഇപ്പൊ ക്യാഷ് ബാക്ക് അതല്ലേ, ക്യാഷ് ബാക്ക് ആണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതിന്റെ പൈസ ഇവർക്ക് വട്ടാണ് ഫ്രീ ആയിട്ട് വരെ. പക്ഷേ അവിടെ ഇവര് ഡാറ്റ ജനറേറ്റ് അതെ, അവർക്ക് ആ ഒരു ഇപ്പം സ്നിക്കേഴ്സിന് 70 രൂപയാണെങ്കിൽ ആക്ച്വലി നമ്മുടെ ഡേറ്റ ശരിക്കും അല്ലാതെ കിട്ടണമെങ്കിൽ നമുക്ക് 100 രൂപ ചെലവാക്കേണ്ടി വരും. അവർ നോക്കുമ്പോൾ അതിനെക്കാട്ടും എളുപ്പമാണ് ഇങ്ങനെ ഡേറ്റ ഫ്രീ ആയിട്ട് കൊടുത്താൽ. ഡേറ്റയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇനിയുള്ള കാലത്ത് ഡേറ്റ വളരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയാണ്. ഇപ്പോൾ നമ്മളൊന്ന് സംസാരിക്കും പോലും ചിലപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നോക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നമ്മൾ എന്താണ് സംസാരിച്ചത് അത് അതിനകത്ത് കാണിക്കും. അല്ല, അത് ആക്ച്വലി അത് കുറെ നാളായിട്ടുള്ളതാണ്. പക്ഷേ ഇതെല്ലാം AI ബേസ്ഡ് തന്നെയാണെന്നുള്ളത് പിന്നെ ഇപ്പോഴാണ് AI എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴാണ് ഈ അടുത്താണ് തലപോക്കിയേക്കണേ. ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷമാണ് ശരിക്കും ഇതിനെക്കുറിച്ച് ഓൾറെഡി ഉണ്ടായിരുന്നു, നമ്മൾ അതിനെക്കുറിച്ച് അറിയില്ല. അതെ. അല്ല, ആഫ്റ്റർ കൊറോണയിലാണ് AI എന്ന് പറഞ്ഞ സാധനം നമ്മൾ അറിഞ്ഞു തുടങ്ങി. നേരത്തെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾക്കൊരു ട്രെൻഡ് വന്ന ആ സാധനം AIയോ. പിന്നെ ഇവിടെ കുറച്ചും കൂടി ആൾക്കാർക്ക് ഇപ്പൊ അറിയാമെന്ന് പറയുന്നത് AI ക്യാമറാസ്. എക്സാമ്പിൾ അല്ല, കേരളത്തിലെ എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും മനസ്സിലാവുന്നത് AI ക്യാമറയാണ്. നമ്മള് ഒരുപാട് പേരായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. അപ്പൊ ഒരുപാട് പേര് വിളിക്കുമ്പോഴും പിന്നെ AI പറ്റി ചിലപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാരായിരിക്കും. അപ്പം ആദ്യം എക്സാമ്പിൾ ആയിട്ട് AI ക്യാമറയാണ്. അപ്പൊ AI ക്യാമറ. യെസ്, അതെ. അല്ല, അത് പറഞ്ഞാലാണ്. പക്ഷെ ഈ AI ക്യാമറയുടെ കേസ് എന്നൊക്കെ പറയണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണം
UAE കൺട്രിയിൽ ഏതാണ് ഖത്തറാണോ ദുബായ്, അബുദാബി അബുദാബി. അബുദാബിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് പണ്ട് കണ്ടിട്ടുള്ള വീഡിയോ ആണ്. ഒരു കാറിൻ്റെ ചേസ് പോലീസ് അവർ ഫേസ് വെച്ചിട്ട് ട്രാക്ക് ചെയ്യണ ഡിറ്റക്ട് ചെയ്യണൊക്കെ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തേക്കണ 4 വർഷം മുമ്പാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഡിറ്റക്ഷനൊക്കെ എന്ന് വെച്ചാൽ AI ബേസ്ഡ് അല്ലേ. അയാളിപ്പോൾ കാറ് മാറി കയറുന്നതും ആ വീഡിയോയിലുണ്ട്. അത് അവിടുത്തെ പോലീസിൻ്റെ ക്വാളിറ്റിയാണ് ആ ഒരു ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യണമെന്നുള്ളത്. അതിനുശേഷം എത്ര നാളുകൾക്ക് ശേഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ വരുന്നത്. അതെ, ഇവിടെ ഇപ്പോഴും ഒരു ലാഗിങ് ഉണ്ട്. ഇപ്പോൾ ടെക്നോളജിയുടെ കാര്യത്തിലായാലും ഭയങ്കര ലാഗിങ് ഉണ്ട്. ഇപ്പോൾ ഐ മീൻ എന്തൊരു ടെക്നോളജി ഇവിടെ വരാൻ നമ്മൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, ഇതൊന്നും ഇവിടെ വരൂല്ലടാ. നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര കോൺഫിഡൻസ്. ഗവൺമെന്റ് ഡീമോട്ടിവേറ്റ് ചെയ്യാറുമുണ്ട്. കാരണം ഗവൺമെന്റ് ഇത് കൊണ്ടുവന്നാൽ ഒരുപാട് പേരുടെ ജോലി പോകും എന്നൊരു രീതിയിലും വരുന്നത്. അല്ല, വേറെ കേസ് എന്ന് പറയുന്നത് ഇന്ത്യ അത്രയ്ക്ക് പോപ്പുലേഷൻ ഉള്ള വേൾഡിൽ തന്നെ. അപ്പോൾ ഒറ്റയടിക്ക് പുതിയൊരു സാധനം കൊണ്ടുവരാൻ നേരത്ത് ഇവിടെ ചേഞ്ച് വരും. ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ 80s നടക്കാൻ നേരത്ത് കമ്പ്യൂട്ടർ വന്നതിന് നല്ലതാണ്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അപ്പോഴും ജോലി പോകുന്ന ആൾക്കാർ ഒരു ഭൂരിഭാഗം പേരുടെ പട്ടിണിയാണ് അല്ലേ. അപ്പോൾ അതിനെ കുറച്ച് എന്തെങ്കിലും ചെയ്യണം നമ്മൾ. ഒന്നില്ലെങ്കിൽ കുറച്ച് ആൾ ഒരു പയ്യെ ഒരു പ്രോസസ്സ് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ തന്നെയാണ്. അതിപ്പോൾ നമ്മൾ രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ അത് പറഞ്ഞിട്ടൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഭാഗത്തും ചിന്തിക്കുമ്പോണ്ട്. ഒരു സൈഡ് ഹ്യൂമണിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരു സൈഡ് ടെക്നോളജിനെ സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടും നമുക്ക് വേണ്ടതല്ലേ. അതെ. ഈ ഇടയ്ക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്ന ഓരോ കമ്പനിയിൽ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഒരു ടീം തന്നെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മൾ ChatGPT പോലുള്ള സംഭവങ്ങൾ വന്നതോടെ, അല്ലെങ്കിൽ ബോട്ട് സിസ്റ്റം, ചാറ്റ് ബോട്ട് സിസ്റ്റം വന്നതോടുകൂടി ഇവരാവശ്യമില്ല. പല കമ്പനിക്ക് ഇവരാവശ്യമില്ല. കാരണം ആപ്ലിക്കേഷനിലായാലും വെബ്സൈറ്റ്സിലായാലും ചാറ്റ് ബോട്ട് തന്നെ സംസാരിച്ചോളും. അതെ, കസ്റ്റമർ സപ്പോർട്ടുള്ള കമ്പനികൾക്ക് കാരണം അവിടെ ജോബ് പോവുകയാണ് അവർക്ക്. അവിടെ ജോബുള്ളത് ആർക്കാ? AI പഠിച്ച അല്ലെങ്കിൽ AI കുറിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും അവിടെ ജോലിയുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്ത് വരും. മീൻ ഇങ്ങനെ പതുക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് വരും. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാണ്ട് ഇന്ത്യ പല കാര്യങ്ങളിലേക്കും പുറകോട്ട് പോകും. ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഇതാവും, പുറകോട്ട് പോകും. അതുകൊണ്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റില്ല, ഇംപ്ലിമെന്റ് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. നമ്മുടെ കേരളത്തിലെ AI ക്യാമറ, ഈ പറയുന്ന AI ക്യാമറ ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കണ്ടില്ല, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ കണ്ടതാണ്. അപ്പോൾ ഞാനും റിസർച്ച് ചെയ്തൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ AI ക്യാമറയ്ക്കകത്ത് ട്രാഫിക് സിഗ്നലിൻ്റെ സമയം അവിടെയാണ് ഒരു AI ക്യാമറ വെക്കുന്നതെങ്കിൽ നമുക്ക് ഹെൽമെറ്റ് ഇടാത്ത സമയത്ത് ഈ ട്രാഫിക് സിഗ്നൽ റെഡിൽ തന്നെ ഇരിക്കും. ഹെൽമെറ്റ് ഇട്ടാലേ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടാലേ ആ ട്രാഫിക് സിഗ്നൽ മാറും. അങ്ങനെ ടെക്നോളജി കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ പറയുന്ന അപകടങ്ങൾ കുറയും. ഇപ്പോൾ AI ക്യാമറയുടെ കൂടെ തന്നെ ആയിരിക്കും ഇതും കണക്റ്റ് ആവുക, ഈ ട്രാഫിക് സിഗ്നലിൻ്റെ കാര്യങ്ങൾ കണക്റ്റ് ആവുക. സോ ഇതൊക്കെ ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കേരളത്തിലാണ്. അല്ല, AI വെച്ചിട്ടുള്ള കേസിൽ കുറേ കാര്യങ്ങൾ, കുറേ ട്രാഫിക്കിൽ കുറേ കേസുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ AI ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പേടിയുള്ള ആൾക്കാരുണ്ട്. അതെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഹെൽമെറ്റ് മുമ്പേ മുതൽ യൂസ് ചെയ്യേണ്ട കാര്യമാണ്. യൂസ് ചെയ്യേണ്ട കേസാണ് അത്. നമ്മള് മുടി ഈത്താന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ അടിച്ചിങ്ങിട്ട് വീട് കഴിഞ്ഞാൽ അങ്ങോട്ട് തലയാണ് ഫസ്റ്റ് പൊട്ടുന്നത്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ടല്ല ഇത്. പക്ഷെ ആ ഒരു പേടി വെച്ചിട്ടാണെങ്കിലും ആൾക്കാർ കുറച്ചും കൂടി ഹെൽമെറ്റ് വെക്കാൻ തുടങ്ങി. ഇപ്പൊ ബാക്കിലുള്ള ഒരു ഹെൽമെറ്റ് വെക്കാൻ തുടങ്ങി. അപ്പോൾ അതൊരു വലിയൊരു മാറ്റം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മാൻ പവർ അത്ര അവിടെ കുറയ്ക്കുക ചെയ്തത്. കാരണം ഇപ്പം ഒരു 3 പോലീസുകാർ നിന്ന് ഒരു ദിവസം 10 പേർക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ ആ സമയത്തിനുള്ളിൽ ഒരു AI ക്യാമറയ്ക്ക് ഒരു 100 പേരെങ്കിലും പിടിക്കാൻ പറ്റും. അത്ര ഒരു ഡിഫറൻസ് ആയിരുന്നു. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 41,000 നോട്ടീസോ ഡെയിലി അയച്ചുകൊണ്ടിരിക്കണത്. അത് പക്ഷേ അവർക്ക് ഇപ്പൊ എന്തൊരു ഇഷ്യൂ പ്രോഫിറ്റബിൾ ആണ് ഒരു രീതി നോക്കുകയാണെങ്കിൽ. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചൊരു പ്രോഫിറ്റബിൾ ആണ് അവർക്ക്. നോക്കാൻ നേരത്തെ 41,000 നോട്ടീസ് എന്ന് പറയുന്നത് ആരെന്ന് പറയുന്നത് ചുമ്മാ എല്ലാവർക്കും. അതെ, അതും 500 രൂപ 1000 രൂപ എന്ന് പറയുന്നത് ഭയങ്കര എമൗണ്ട് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കേസുകൾ. അപ്പൊ ഇത് ഭാവിയിൽ എല്ലായിടത്തേക്കും ആക്കണം. പ്ലസ് അതനുസരിച്ച് കുറേ വ്യത്യാസങ്ങൾ വരണം. നമ്മളും ഡെവലപ്പ് ചെയ്യണം. അതിനൊപ്പം തന്നെ ടെക്നോളജി വളർന്നു കഴിഞ്ഞാലും ബാക്കി നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണെങ്കിൽ കാര്യമില്ലല്ലോ. അവിടെ ഒരു ഇപ്പോൾ ട്രാഫിക് പോലീസുകാർ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഇതിനകത്ത് അവർക്കുള്ള ജോലി കുറയാണ്. അപ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ് അതിലെടുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ എണ്ണം കുറയ്ക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ജോലി പോവാണ്. പക്ഷേ ഫില്ല് ചെയ്യാൻ പറ്റും ഇതിനെ വെച്ചിട്ട്. ഇപ്പോൾ ടോട്ടലി മാറുമെന്ന് പറയുന്നില്ല. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി വരുമ്പോൾ ടീച്ചേഴ്സ് ചിലപ്പോൾ പിന്നെ ഒരു 10 വർഷം കഴിയുമ്പോൾ ശരിക്കും ഒരു മെൻറ്റേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യും. കാരണം വെച്ചാൽ ഇനി വരെ പറഞ്ഞാൽ പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷനാണ്. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് എടുത്ത് പഠിക്കാം. അപ്പോൾ ചിലപ്പോൾ ഒരു മെൻറ്ററിങ് സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇമോഷണൽ സപ്പോർട്ടിനൊക്കെ വേണ്ടിയെങ്കിൽ ടീച്ചേഴ്സിനെ യൂസ് ചെയ്യുക കൂടുതൽ. അവർ സ്വന്തമായിട്ട് പഠിച്ച് അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കും.
പക്ഷെ നമ്മൾക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിട്ടുള്ളൊരു ചേഞ്ചാണ് വരാൻ പോകുന്നത്. ചിലപ്പോൾ ഇതായിരിക്കില്ല, ഇതിനേക്കാളും വ്യത്യാസങ്ങളുടെ ഒരുപാട്. നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. നമ്മൾ ആരെങ്കിലും വിചാരിച്ചു ഇത്ര ചെറിയ സമയം കൊണ്ട് ഇത്ര വലിയൊരു ബൂമിങ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. അപ്പം നമ്മളിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അതിൻ്റെ ഒരു 100x ഇരട്ടിയായിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത്. അതെ. അല്ല വേറെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുറേ സ്ഥലത്ത് റീപ്ലേസ്മെൻ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ട്രാഫിക്കിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് ചിലപ്പോൾ റീപ്ലേസ്മെൻ്റ് ഇപ്പോൾ കോണ്ടന്റ് റൈറ്റിംഗ് ഒക്കെ അതൊക്കെ Yes. എന്ന് വെച്ച് അത് കഴിഞ്ഞാൽ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് കുറച്ച് നാളുമ്പ് സ്ട്രൈക്ക് ഉണ്ടായി നെറ്റ്ഫ്ലിക്സിൽ, ആ. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെയും ആക്ടേഴ്സിൻ്റെ ഒക്കെ. കാരണം എന്ന് വെച്ചാൽ അവരൊരു പ്രൊഡക്റ്റ് മാനേജേഴ്സിന് ഏകദേശം 7 CR LP ഒക്കെ ഹയർ ചെയ്യണം. എന്ന് വെച്ചാൽ ഇനി ചിലപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സ്ക്രിപ്റ്റുകൾ ചിലപ്പോൾ ജനറേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ കാണാൻ പോകുന്ന സിനിമകളിൽ ചിലപ്പോൾ ആക്ടേഴ്സും ജനറേറ്റഡ് ആയിരിക്കും. അപ്പം അത്രത്തോളം അതുപോലെ തന്നെ ഈ ഹോളിവുഡിൽ നടന്ന സ്ട്രൈക്കിനെ കുറിച്ചല്ല Yes, yes, പറഞ്ഞത്. അപ്പം yes. അതിൻ്റെ അകത്ത് അവർ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ആക്ടറിൻ്റെ ഡേറ്റയുണ്ട്. ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരു ആക്ടർ ഇപ്പം ചില 3D എടുക്കാനോ അല്ലെങ്കിൽ എനിക്കറിയില്ല ഗ്രാഫിക്കലായിട്ടുള്ള ഒരു ഇപ്പം അവതാർ പോലെയുള്ള ഒരു ഫിലിമൊക്കെ എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ആ ഒരു ആക്ടറിൻ്റെ ഫുൾ ഡേറ്റ അവരുടെ കയ്യിൽ കാണും, രൂപവും എല്ലാം വെച്ച്. ഇപ്പം ഇനിയുള്ള കാലത്ത് അത്രയും മതി ആക്ച്വലി ആ ആക്ടറിനെ വെച്ച് ഒരു സിനിമ അഭിനയിപ്പിക്കാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ അവരുടെ കയ്യിലുണ്ട്. ഞാൻ പറയുന്നത് അതിൻ്റെ ഏറ്റവും പെർഫെക്ഷൻ ആയിട്ടുള്ള സ്റ്റേജിൽ എത്തിയെന്നല്ല, പക്ഷേ അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇതുള്ളതാണ്, ക്യൂരിയസ് ഉള്ള സാധനമാണ്. വെച്ച് ഫുൾ ബേസ്ഡ് സിനിമ വരും, വെച്ച് മാത്രം. ഷുവർ വരും ഉറപ്പായിട്ടും വരും. ഒരു അത് 10 വന്നിട്ടും വർഷത്തിനുള്ളിൽ ഉണ്ട്. ഇപ്പം നമുക്ക് ഐ മീൻ ഇല്ലേ? സോഫ്റ്റ്വെയർസ് ആ. യൂസ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ കോമിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിനുള്ള കോമിക്സ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ടോട്ടലി. പക്ഷെ അതല്ലാതെ റിയൽ വേൾഡ് ആയിട്ടുള്ളതും വരും. കാരണം അതിൻ്റെയൊക്കെ നല്ല രീതിയിൽ സ്റ്റഡി പോകുന്നുണ്ട്. അല്ല ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി, എക്സാമ്പിൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി എടുക്കാം, നമ്മുടെ സൂപ്പർ സ്റ്റാർ വല്ലതും എടുക്കാം. അവരുടെ ഡാറ്റ ഓൾറെഡി ഇന്റർനെറ്റിൽ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. അവർ എങ്ങോട്ട് തിരിഞ്ഞതും എങ്ങനെയുള്ളതും അവരുടെ ഹൈറ്റ് അടക്കം എല്ലാ എക്സ്പ്രഷൻസും വീഡിയോ അടക്കം എല്ലാം കിടക്കുന്നുണ്ട് ഡാറ്റ. അപ്പോൾ ഈ ഡാറ്റ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിനെ പോലെയുള്ള ഒരു ഫിഗർ ഉണ്ടെങ്കിൽ ഫേസ് മാത്രം ഇപ്പോൾ ഡീപ് ഫേക്ക് വെച്ച് വീഡിയോ. ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം, ഒരു സോങ്ങോട് കൂടി ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ അതിനകത്തൊരു ക്യാരക്ടർ ബേസിലാന്ന് വെച്ചാൽ അത് ശരിക്കും ഒരു മൂവി അല്ല, അതൊരു ഷോർട്ട് ഫിലിം പോലെ ഇങ്ങനെ ഒരു പാട്ടോടുകൂടി നേരത്തെ പറഞ്ഞ ക്യാരക്ടറൊക്കെ വെച്ചുകൊണ്ട് പോകുന്നൊരു ഇതാണ്. ശരിക്കും അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഓക്കെ. അല്ല ഞാൻ ചോദിക്കുന്നതാണ്, ശരിക്കും ഇങ്ങനെയൊക്കെ വരാൻ പറ്റില്ലേ? ഉറപ്പായിട്ടും വരും. ഞാൻ പറഞ്ഞ സ്ട്രൈക്കിൻ്റെ ഒരു റീസണും അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ബോഡിയുടെ ഫുൾ ഒരു എല്ലാ അവരുടെ കയ്യിലുണ്ട്, ഡേറ്റ അവരുടെ കയ്യിലുണ്ട്, എൻ്റെ എക്സ്പ്രഷൻസ് ഉണ്ട്, എൻ്റെ വോയിസ് ഉണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ അനുവാദം കൂടാതെ അവർക്ക് വേണമെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കാം. അതിന് എനിക്ക് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മളുടെ ഇതൊരു ഡേറ്റ തന്നെയാണ്. ഇപ്പം നമ്മളിപ്പം അതിനുവേണ്ടി അവർ പല പോസ്റ്ററിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്, പല മൂവ്മെൻറ്റ് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അവതാറിൻ്റെ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ല ഗ്രീൻ സ്ക്രീനിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ഡേറ്റ തന്നെയാണ് അവിടെ സേവ് ചെയ്ത് വെക്കണം. അപ്പം ഇനിയുള്ള കാലങ്ങളിൽ ഈ പറയുന്ന പോലെ ഇപ്പം ഈ പറയുന്ന പോലെ ആനിമേസ് എല്ലാം വളരെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതൊരു വിത്തിൻ ഒരു 5 years അല്ലെങ്കിൽ 10 years ഒക്കെ വരുമ്പോഴേക്കും ഒരു ഫിലിം പോലും നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇത്. അപ്പം ആലോചിച്ച് നോക്കിയാൽ എന്താ, വീഡിയോ വരുന്ന ഫിലിമാണ്. അപ്പോൾ അതിലത്തെ സ്ക്രിപ്റ്റ് വേണമെങ്കിൽ എഴുതും, എഡിറ്റിംഗ് വേണമെങ്കിൽ ചെയ്യും. ലൈക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ചെയ്യാവുന്ന ഒരു സ്റ്റേജിലേക്ക്. ഞാൻ റീസെൻ്റ്ലി ഞങ്ങളിങ്ങനെ ഷോർട്ട് ഫിലിമിൻ്റെ കഥയൊക്കെ നോക്കണതാണ്, വെറുതെ നോക്കിയതാണ്. അപ്പോൾ ഞാൻ ChatGPT ഒന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ഒരേ ചെറിയ ചെറിയ കണ്ടന്റുകൾ ഇട്ട് തരും. അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വെറുതെ ഈ ChatGPT ഇരുന്ന് നോക്കിയിട്ട് കണ്ടന്റ് കിട്ടും. എന്താണ് ഒരു ചെറിയൊരു എപ്പിസോഡ് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണം, നേരെ ChatGPT ചോദിക്കുക, ഒരു കഥ വേണം. സിമ്പിൾ ആണ്. അതെ, ഭയങ്കര സിമ്പിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രോംപ്റ്റ് ഇത്തിരിയും കൂടെ നല്ലതാണെങ്കിൽ അതിനനുസരിച്ച് ഗുണവും ചെയ്യും. നമ്മൾ എന്തായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ രീതിയിൽ ഒരു ഭയങ്കര ഐക്യുള്ള ഒരു ബേബി ആയിട്ട് കൺസിഡർ ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള പ്രോംപ്റ്റ് കൊടുക്കുക. അത്രയും ഡീറ്റെയിൽഡ് ശരിക്കും നമ്മുടെ ഫ്രണ്ടാണ് ശരിക്കും ChatGPT. നമ്മളെക്കാൾ എത്ര മടങ്ങ് ഐക്യുള്ള ഒരു ഫ്രണ്ട്. അപ്പൊ അതിനെ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് സ്കില്ല് തന്നെയാണ്. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്കില്ലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അത് പ്രോംപ്റ്റ് ചെയ്ത് കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ച് ഓരോരോ കേസുകളുണ്ടാവും. അപ്പോൾ അതിങ്ങനെ ചോദിച്ച് കറക്റ്റായിട്ട് അവനെടുക്കും. ഇപ്പോൾ എന്താ വേണം, ഈവൻ ഞങ്ങൾ തന്നെയാണെങ്കിലും ഒരു ഇമേജ്
ഒരു ഓണത്തിൻ്റെ ഒരു ഇമേജ് ഫുൾ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സാധനം ഇതുപോലെ തന്നെ പ്രോംപ്റ്റുമായിട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് നേരെ വേറെ സോഫ്റ്റ്വെയറിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് പ്രോംപ്റ്റ് കൊടുത്ത് കറക്റ്റ് ചെയ്യും. എന്നിട്ട് അങ്ങനെ ആ ജനറേറ്റ് ചെയ്ത് എടുക്കണേ. അപ്പോൾ അങ്ങനത്തെ കുറേ നമ്മുടെ തന്നെ ബിസിനസ് അനാലിസിസും കാര്യങ്ങളൊക്കെ ChatGPT ചോദിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാ പറഞ്ഞു തരാമെന്നറിയാം. നമ്മുടെ കമ്പനിയിൽ പകുതി വർക്ക്സും ChatGPT ആണ്. അല്ല, തീർച്ചയായിട്ടും ഇപ്പം എല്ലാ കമ്പനീസും ഇപ്പോൾ ChatGPT എന്ന് പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ ChatGPT മാത്രമേ അറിയുള്ളൂ. ഇനിയും സോഫ്റ്റ്വെയർസ് വരാൻ പോണേ. അത് ആക്ച്വലി ഒരു മോശം കാര്യമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഹ്യൂമൻ പവറിന്റെ ടൈം അത്രയും കുറയ്ക്കുകയോ ചെയ്യും. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ എന്തിന് ഈ പറയുന്ന പോലെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞ ലെറ്റർ എഴുതാൻ വേണ്ടി നമ്മളൊരു 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ ബേസിക്കലി അതാണല്ലോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കേട്ടില്ലേ UK എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പം ആമസോൺ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ ടോട്ടലി ഓറിയന്റഡ് ആയിട്ട്. മക്ഡൊണാൾഡ്സ് ഇപ്പോൾ ടെക്സാസിൽ ഇപ്പോൾ ഒരു പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു, ഫുള്ളി ഓട്ടോമേറ്റഡ്, ഫുള്ളി വർക്ക് ചെയ്യുന്നത്. അവിടെ ആരുമില്ല എംപ്ലോയീസ് ആയിട്ട്, ഫുള്ളി. ആമസോണിന്റെ കേസും പറഞ്ഞപ്പോൾ തന്നെയാണ്, ആമസോണിന്റെ കേസിലാണെങ്കിലും നമ്മുടെ കൊച്ചിയിൽ ഒരു ഇതേപോലെ ആമസോൺ ഗോയുടെ അതേപോലെ തന്നെയാണ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് ഗോൾഡ് സൂക്കിലായിരുന്നു ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ അവർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ. എനിക്ക് ആ കമ്പനി അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് അത് ഇങ്ങനെ സംഭവം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. അത് എനിക്ക് തോന്നുന്നത് കൊറോണക്ക് മുമ്പാട്ടോ. കൊറോണക്ക് മുമ്പ് കമ്പനി അവിടെ റൺ ചെയ്യുന്നില്ല. അല്ല, ഗോൾഡ് സൂക്ക് അറിയില്ല, ഗോൾഡ് സൂക്കിലില്ല. അല്ലാണ്ട് വേറെ എവിടെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ആ കമ്പനിയുടെ പേര് എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ നല്ലതായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഉണ്ടായിരുന്നു ആമസോണിൻ്റെ അവരുടെ ഒരു ഫ്യൂച്ചർ ടെക്നോളജി എങ്ങനെയാണെന്നുള്ളത്. വെറുതെ ഇങ്ങനെ ജസ്റ്റ് ബക്കലിലോട്ട് ഇട്ടാൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കാട്ടിലോട്ട് നോക്കി അവിടെ ക്യാഷർ ഇല്ല. അതേപോലെ സാധനം അവിടെ നമുക്ക് കൂടെ നടക്കാൻ, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരില്ല, അവിടെ വേറെ ആൾക്കാർ വേറെ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷോപ്പിൽ ഒരു 3 പേരെങ്കിലും മിനിമം വേണം. അതിൽ ആളില്ല. ഞാനിപ്പോൾ ചെന്നപ്പോൾ ഗോൾഡ് സൂക്കിൽ ആ ഷോപ്പിൽ ചെന്നപ്പോൾ അവർ ആദ്യം പറഞ്ഞത് പേറ്റിയത്തിൽ ക്യാഷ് ലോഡ് ചെയ്ത് വെച്ചിട്ട് എന്തൊരു കണക്ട് എന്തോ ചെയ്യാനുണ്ട്, ഞാൻ മറന്നുപോയി അത്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ജസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പേറ്റിയിൽ നിന്ന് വിഡ്രോവൽ ആയിക്കോളും. അപ്പോൾ അത് ക്യാഷ് പോലും കൊടുക്കണ്ട. അതെ, നമ്മുടെ പൈസ പോലും അതിൽ നിന്ന് പൊക്കോളും. നമ്മുടെ ടൈം സേവ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ അത് ഏത് കമ്പനിയാണോ അവരുടെ അവർ ഭയങ്കര പ്രോഫിറ്റ് ആണോ അത്. എത്ര എംപ്ലോയീസിന്റെ കട്ടിംഗ് എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ പേടിഎം ഏകദേശം 1000കണക്കിന് എംപ്ലോയീസിനെ റീപ്ലേസ് ചെയ്ത്. കാരണം അവർക്ക് 10 മുതൽ 15% വരെ കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നത്, ഐ മീൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് അവർക്ക് ശരിക്കും ഒരു വലിയൊരു നേട്ടമാണ്. അല്ല, എല്ലാ MNC ഇപ്പം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസിൽ നമ്മൾ കണ്ടതല്ലേ, ഗൂഗിളിലും എല്ലാത്തിലും. എന്ന് വെച്ചാൽ ഈ നമുക്കൊരു ബ്രെയിൻ പവർ ആവശ്യമില്ലാത്ത ജോബ്സൊക്കെ AI ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ജോലികളുണ്ട്. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ജോബിൻ്റെ ആവശ്യമില്ല അവിടെ. അതാ ഞാൻ പറഞ്ഞ ഒത്തിരി ജോബ് റീപ്ലേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചില വാർത്തകൾ കേട്ടില്ലേ, ഇപ്പോൾ ഇടയ്ക്കൊരു വാർത്ത ഉണ്ടായിരുന്നു, ഇങ്ങനെ കമ്പനീസ് ജോബ് പോക്കോ അല്ലെങ്കിൽ എല്ലാവരെയും കളയുകയാണെങ്കിൽ ആ കമ്പനിക്ക് തന്നെയാണ് ചിലപ്പോൾ നെഗറ്റീവായിട്ട് മാറുക എന്ന് പറയുന്ന ചില രീതിയിൽ വാർത്ത വരുന്നുണ്ട്. കാരണം ഇവരുടെ പ്രൊഡക്റ്റ് വിൽക്കണമല്ലോ. അപ്പോൾ ഇവരെ കമ്പനിയിൽ എംപ്ലോയീസ് ആയിട്ട് ഇവർക്ക് സാലറി കൊടുത്ത് അതിനുശേഷമാണല്ലോ ഇവർ ആ എമൗണ്ട് വെച്ചിട്ടാണല്ലോ ഇവരുടെ പ്രൊഡക്റ്റ് തന്നെ വാങ്ങുന്നത്. സോ അത് കമ്പനി തന്നെ കമ്പനിയെ ഇല്ലാതാക്കുക എന്നൊരു രീതിയിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതല്ല, കാരണം AI വന്നാലും ജോബുണ്ട്. ബട്ട് AI പഠിച്ച് അല്ലെങ്കിൽ അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ജോബുകളായിരിക്കും അത് കൂടി വരിക. അല്ല, പിന്നെ വേറെ കേസ് എന്ന് പറയുന്നത് സങ്കടം എന്നുള്ള ഒരു ഫാക്ടർ എന്ന് പറയണത്, ഇപ്പോൾ AI അല്ലെങ്കിൽ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ, ഞാനൊരു കോണ്ടന്റ് റൈറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനറാണ്, എന്തെങ്കിലും ആയിട്ട് ഇരിക്കണേണ്. അപ്പോൾ ഞാൻ അത്രയും നാൾ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഒരു 10 വർഷമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്നൊരു ടെക്നോളജി വന്ന് എനിക്ക് നാളെ പറയുന്നതാണ് ഹയർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇനി എടുക്കുന്നില്ല, നിങ്ങൾ ലീവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴുള്ളൊരു വിഷമമാണ്. അങ്ങനത്തെ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ തന്നെ. അവർ അത്രയും നാൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവർ വലിയൊരു സംഭവം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന അവരുടെ ക്രിയേറ്റീവ് വേൾഡ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇത് ക്രിയേറ്റിവിറ്റിയും കൂടിയാണ് നശിപ്പിക്കണേ. അതൊക്കെ ഓക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ആ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുക, അല്ലേ പിന്നെ ഔട്ട്ഡേറ്റഡ് ആവും. ഇതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് കാലത്തിനനുസരിച്ച് എന്തായാലും ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ് അവിടെ. എനിക്ക് റീസെൻ്റ്ലി ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയായിരുന്നു. അപ്പോൾ ഇപ്പോഴും കമ്പനിയാട്ടോ. അപ്പോൾ എന്താ കേസ് എന്ന് പറയുന്നത്, ഞങ്ങളൊരു ഹയറിങ് നടത്തി. ഹയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ ഒരു ഹയറിംഗ് ആണ്.
അപ്പോൾ ഞാൻ വെച്ചിട്ട് കുറച്ചിങ്ങനെ കുറേ നമുക്ക് ഡാറ്റാസ് കിട്ടി. നമ്മളപ്പോൾ ഇങ്ങനെ കുറേ പേരെ വിളിച്ചു. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ഒരു 10-20 എണ്ണം കിട്ടിയായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ ഒരാളുടെ മാത്രം ഭയങ്കര ഇൻട്രസ്റ്റിങ്. ഒരാൾ അതിലൊരു പ്രൊഫൈൽ ചെയ്തേക്കണം. അവൻ എഴുതിയേക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം കൊണ്ട് 20 ഫോട്ടോസ് ക്രിയേറ്റീവ്സ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതെന്ത് 20 അന്ന് ഇവനെ തന്നെ വിളിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇവനെ വിളിച്ച് അങ്ങനെ ഒരു 5 പേരാണ് നമ്മൾ സെലക്ട് ചെയ്യണം. അതിൽ ഇവനും കൂടെ ഉണ്ട്. അപ്പോൾ ഇവനെ വിളിച്ചിട്ട് ഇവൻ വന്ന് ഭയങ്കര നല്ല രീതിയിൽ സംസാരം, നല്ല കോൺഫിഡൻ്റ് ആണ്, കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ 20 എണ്ണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവനിങ്ങനെ സംസാരിച്ച് എല്ലാം ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഇവന് ഏതൊക്കെ ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഞാനകത്ത് നോർമലി നമ്മൾ അറിയണം എന്താ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആകുമ്പോൾ ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ. അപ്പോൾ ഞാൻ നോർമലി ചിന്തിച്ചപ്പോൾ ഇവനിങ്ങനെ പറയണ എൻ്റെ അടുത്ത് ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ക്യാൻവ യൂസ് ചെയ്യണമെന്ന്. ക്യാൻവ യൂസ് ചെയ്യുമ്പോൾ ഇവൻ്റെ പക്ഷേ പ്രൊഫൈൽ കാണാൻ അടിപൊളിയാണ്. അപ്പോൾ ഇവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ക്യാൻവയാണോ? ക്യാൻവ ബ്രോ നമ്മളിവിടെ ചെയ്യാറില്ല, നമ്മുടെ ഇവിടെ എനിക്കിതാ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് ഇനി എന്ത് വർക്ക് വേണമെങ്കിൽ തന്നോ, ഞാൻ വേണമെങ്കിൽ ഇപ്പം തന്നെ ചെയ്ത് കാണിക്കാം. സാറ് ഏത് വർക്കും പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എനിക്കൊരു 15 മിനിറ്റ് ടൈം തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിവനെ എടുക്കണോ വേണ്ടേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയിപ്പോയി. ഇവനെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസമാണെങ്കിലും ഒരു ഗ്രാഫിക് ഡിസൈനർ എടുക്കുന്ന ടൈം എത്ര, ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി തന്നെ 2 മണിക്കൂറെങ്കിലും എടുക്കും. പിന്നെ ഒരു അത്യാവശ്യം ഒരു ക്രിയേറ്റീവ് സാധനം ചെയ്യണമെങ്കിൽ. പക്ഷേ ഇവൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ടൈമിനുള്ളിൽ എനിക്ക് 10 മിനിറ്റിനുള്ളിൽ പരിപാടി തീർന്നില്ലെന്ന്. ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. പക്ഷേ നമുക്കൊരു ഉള്ളിലൊരിത് ഇത് എടുത്തു കഴിഞ്ഞാൽ എന്താവോ, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ, അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമോ, അല്ലെങ്കിൽ റീ എഡിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ അവനെടുത്ത അടിപൊളിയാണ്. ഞാൻ ചിന്തിക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ 3 പേരുടെ ഒരാൾ ചെയ്താൽ മതി, ഔട്ട്പുട്ട് കൊണ്ടുവരുകയും ചെയ്യും. അല്ല, അങ്ങനത്തെ ടെക്നോളജികളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോഷോപ്പിൽ തന്നെ ഇപ്പൊ എയുടെ ഒത്തിരി ഫീച്ചേഴ്സ് വന്നു. തീർച്ചയായിട്ടും ആദ്യ ടൈമില് നമ്മൾ തന്നെ ക്യാൻവയൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ആള്. ഇപ്പോൾ പല സോഫ്റ്റ്വെയർസ് തന്നെയാണെങ്കിലും നോക്കിയാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്, ഇപ്പോൾ ക്യാപ് കട്ട് എന്നൊക്കെ പറയുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഇല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് മോഷൻ ഗ്രാഫിക്സിലൊക്കെ അല്ലെങ്കിൽ ആഫ്റ്ററിലൊക്കെ ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആ ഒരു ഗിമിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അതിൽ ഭയങ്കര സിമ്പിളായിട്ടാണ് ട്രാക്കിങ് കാര്യങ്ങളൊക്കെ പറ്റുന്നത്. അത്രയും ഭയങ്കര സിമ്പിൾ ആയിക്കൊണ്ടിരിക്കണേ. ക്യാൻവ തന്നെയാണെങ്കിലും ഒന്നും അറിയാത്ത ആൾക്ക് ഒന്ന് ഡിസൈൻ ഇതിലൂടെ തന്നെ വരുമാനം ഉണ്ടാക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസേഴ്സ് എല്ലാം അവർക്കിപ്പോൾ വേറൊന്നും വേണ്ട. അവർ ക്യാൻവ യൂസ് ചെയ്യാൻ അറിയാം, അവർക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ അറിയാം, എല്ലാം ചെയ്യാൻ അറിയണോണ്ട് ഇപ്പോൾ എല്ലാവരും ഭയങ്കര സിമ്പിളായിക്കൊണ്ടിരിക്കുന്നത്. കുറേ ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര മാറ്റങ്ങൾ ഈസി ആയിക്കൊണ്ടിരിക്കണേ കുറേയും കൂടി വരുമ്പോൾ. അത് എല്ലാ ആപ്ലിക്കേഷനിലും അങ്ങനെ ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. ചേഞ്ചസ് വരുത്തിയില്ലെങ്കിൽ അവരത് പുറകോട്ടാവുള്ളൂ. ഇപ്പം നോക്കി എന്തുകൊണ്ട് പുറകോട്ടായി എന്ന് നമ്മൾ പറയുന്നത് അപ്ഡേറ്റഡ് അല്ലായിരുന്നു. അപ്പം ഇപ്പോൾ ഫോട്ടോഷോപ്പ് എന്തുകൊണ്ട് കൊണ്ടുവന്നു? കാരണം ഇല്ലെങ്കിൽ നാളെ വേറൊരു സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഫോട്ടോഷോപ്പിന് മുമ്പും ഇതുപോലൊരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു, അത് റീപ്ലേസ് ചെയ്താണ് ഫോട്ടോഷോപ്പ് വന്നത്. അപ്പം ഫോട്ടോഷോപ്പും കാലത്തിനനുസരിച്ചുള്ള ചേഞ്ചസ് അതിൻ്റെ അകത്ത് വരുത്താതെ ഒരു പഴയ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുവാണെങ്കിൽ നാളെ വേറെ ആപ്ലിക്കേഷൻ വരും വെച്ച് ചെയ്യാൻ പറ്റുന്നത്. ആൾക്കാർ എപ്പോഴും സിംപ്ലിസിറ്റിയും പെർഫെക്ഷനും ഏറ്റവും നല്ല ഔട്ട്പുട്ടുമാണ് നോക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഏതിന് തരാൻ പറ്റുന്നോ അതിപ്പോൾ എക്ക് തരാൻ പറ്റുമെങ്കിൽ ചൂസ് ചെയ്യും. ആൾക്കാർക്ക് എപ്പോഴും അതാണല്ലോ വേണ്ടത്. ഇനി ഒരു ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, എക്ക് ഇമോഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഫീലിങ്സ് ഉണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ ഉണ്ടാകോ? അത് ഉണ്ടാകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വലിയൊരു നമുക്കൊരു കറക്റ്റ് ഉത്തരം പറയാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു സ്ഥിതിക്ക്. മേ ബി എല്ലാവരും പറയുന്നത് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് നമ്മളിപ്പോൾ ഒരു ത്രെട്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഇൻ കേസ് അങ്ങനെ ഒരു ഇമോഷൻ വന്ന് അവർക്ക് തന്നെ ചിന്തിക്കാനുള്ളൊരു കഴിവൊക്കെ വന്ന് തുടങ്ങുവാണെങ്കിൽ അത് ചിലപ്പം ഈ പറയുന്ന പോലെ ഹ്യൂമൻസിന് തന്നെ പ്രശ്നമായിരിക്കും. കാരണം ഇപ്പം ഈ എങ്ങനെയാണ് പഠിക്കുന്നത്? ഇപ്പം ഒരു എയ്ക്ക് ഒരു കോൺഷ്യസ്നെസ് ഉണ്ടായി, എയ്ക്ക് നല്ലൊരു നോളജ് ഉണ്ടെങ്കിൽ അവർ പഠിക്കുന്നത് നമ്മുടെ എഴുത്തുകളിൽ നിന്നും ഹ്യൂമൻസിൻ്റെ കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നത്. അപ്പം ഹ്യൂമൻസിൻ്റെ ഒരു സ്വഭാവം എല്ലാം വെച്ച് ഇത് പഠിച്ച് എല്ലാം നോക്കുമ്പോഴേക്കും ഭൂമിയിൽ ഒരു സർവൈവലിന് ഏറ്റവും പ്രശ്നം, ഭൂമിനെ ഏറ്റവും കൂടുതൽ കില്ല് ചെയ്യുന്നത് തന്നെ ഹ്യൂമൻസ് ആണ്. അപ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ഹ്യൂമൻസ് കില്ലർ. അങ്ങനത്തെ ഒക്കെ കുറേ കൺസെപ്റ്റുകളുണ്ട്. ഇതെല്ലാം അങ്ങനെ തന്നെ നടക്കും, ഇന്നതായിരിക്കും വരുന്നത്. ഏതൊരു ഫിലിമിലും അല്ല പറഞ്ഞോ, ഇപ്പോൾ
എല്ലാ പ്രോബ്ലംസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കിയാൽ ശരിക്കും ഹ്യൂമൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് മിക്ക പ്രോബ്ലംസ്. ഇപ്പോൾ ഡിസാസ്റ്റർ ആവട്ടെ എന്തായാലും കുറേയൊക്കെ ഹ്യൂമൻസിൻ്റെ ഓരോ പ്രവൃത്തി കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പക്ഷെ അവർ ഹ്യൂമൻസിനെ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലോകം രക്ഷപ്പെടുന്നുള്ളൊരു അല്ല, ഈ ഒരു കൺസെപ്റ്റ്. കൺസെപ്റ്റ് വെച്ച് തന്നെ ആക്ച്വലി ഒരു നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട്, ദ 100 എന്ന് പറഞ്ഞു. ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള സീരീസാണ്. അതിൻ്റെ അകത്തും ഇതേ ഒരു കൺസെപ്റ്റാണ്. അവരൊരു എഐനെ ഉണ്ടാക്കുന്നു. എ ഒരു രീതിയിൽ വളരെ ഇപ്പം ഇൻ്റർനെറ്റിലേക്കൊക്കെ എ അങ്ങ് തുറന്ന് പോയേക്കുക. അപ്പം നമുക്കൊരു കൺട്രോൾ ഇല്ല, അതിനെ ഒരു സ്വിച്ച് ഇട്ട് ഓഫ് ആക്കാനുള്ളൊരു കൺട്രോൾ ഇല്ല എന്നൊരു സ്റ്റേജിൽ എത്തിയെന്ന് വെക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ എത്തി അവർ നോക്കുമ്പോഴേക്കും ഭൂമിയിലുള്ള മനുഷ്യർ തന്നെയാണ് പ്രശ്നം. അവരെല്ലാ ന്യൂക്ലിയർ ബോംബ്സ് എല്ലാം എക്സ്പ്ലോഡ് ചെയ്ത് ഭൂമിനെ നശിപ്പിക്കുന്നു. അത് കുറച്ച് വർഷം, എത്ര 100ഓളം 1000ഓളം വർഷങ്ങളെടുത്ത് അത് വീണ്ടും വരുന്നു. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു ടെക്നോളജിക്ക് ഒരു അന്ത്യമില്ലല്ലോ. അവരേതെങ്കിലും വെയർ ഹൗസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അവർക്കൊരു ഇഷ്യൂ ഇല്ല. അങ്ങനത്തെ അതൊക്കെ അതുപോലെ ഇപ്പം നമ്മളുടെ കഴിഞ്ഞ തവണ ഇറങ്ങിയ മിഷൻ ഇമ്പോസിബിളിൻ്റെ ഒരു മൂവിയുണ്ട്. അതിൻ്റെ അകത്താക്കി വില്ലൻ തന്നെ ആക്ച്വലി എ ആണ്. ഇപ്പോൾ ഇനി ഇപ്പം വരുന്ന ഒത്തിരി ഫിലിമിൽ എ വില്ലനായിട്ട് വരുന്നുണ്ട്. കാരണം അത് എയുടെ ഈ പറയുന്ന നമ്മളുടെ ഒരു ഇമോഷൻ വന്നാൽ അല്ലെങ്കിൽ ഒരു കോൺഷ്യസ്നെസ് വന്നാൽ വരുന്ന ഒരു പ്രശ്നമാണ് അവിടെ അവർ എടുത്ത് കാണിക്കുന്നത്. കാരണം അങ്ങനെ വന്ന് നോക്കുമ്പോഴേക്കും മനുഷ്യനെക്കാട്ടും എന്നാ പറയുന്നത് ചിന്തിക്കാനും ഇപ്പം നമ്മൾ നോക്കുന്നത് എന്താ, മനുഷ്യൻ്റെ അത്രയും ആക്കാൻ നോക്കുക, മനുഷ്യനെ മിമിക് ചെയ്യാൻ നോക്കുക. അതാണല്ലോ ഇപ്പോൾ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്. ഇപ്പം മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, കേട്ട് റിപ്ലൈ പറയുക. ഇപ്പോൾ അതിനെല്ലാം ഓരോ ഫീൽഡ് ഉണ്ട് എയിൽ തന്നെ. ഇപ്പം കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ഇമേജ് ക്ലാസിഫൈ ചെയ്യാൻ നമ്മുടെ കണ്ണ് കാണുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കേട്ട് സംസാരിക്കുക, അതിന് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അതിലാണ് ഈ നമ്മുടെ ChatGPT എല്ലാം ആ ഒരു ഏരിയ വരും. അതുപോലെ ഇപ്പം നമ്മളുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പം നമ്മുടെ ബ്രെയിനിൽ എങ്ങനെയാണ് ന്യൂറോൺസ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ന്യൂറോൺസിൻ്റെ കണക്ഷനാണ്, ഈ കണക്ഷൻ തമ്മിലുള്ള ആ ഒരു ബോണ്ടിൻ്റെ സ്ട്രെങ്ത് ഒക്കെയാണ് നമ്മുടെ ഓർമ്മയും അല്ലെങ്കിൽ ഓരോ നമ്മൾ തീരുമാനം എടുക്കാനൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യലി ന്യൂറോൺസ് ഉണ്ടാക്കുക. ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് തന്നെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഡീപ്പ് ലേണിങ്ങിലൊക്കെ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് എങ്ങനെ മനുഷ്യൻ അതേപോലെ തന്നെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന പോലെ ഒരു പക്ഷേ ഒരു പോയിന്റിൽ ഇപ്പം മനുഷ്യനെക്കാട്ടും അതിനൊരു പോസിബിലിറ്റി വരുവാണെങ്കിൽ പിന്നെ തന്നെ എയിന് പഠിപ്പിക്കാനുള്ളൊരു കേപ്പബിലിറ്റി വരും. ഇപ്പം മനുഷ്യൻ എയിനെ പഠിപ്പിക്കുന്നതിനെക്കാട്ടും 100 മടങ്ങ് എഫക്റ്റീവ് ആയിരിക്കും തന്നെ എയിനെ പഠിപ്പിച്ചാൽ. പിന്നെ അതിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അങ്ങ് പെട്ടെന്നൊരു കയറ്റമായിരിക്കും. അപ്പം പിന്നെ അത് മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെയൊക്കെ സംസാരങ്ങളും ടോക്കുകളും ഉണ്ട്. അതിന് രണ്ടഭിപ്രായമുള്ളവരുണ്ട്. ചൈനയിലൊക്കെ ആയിട്ട് എയുടെ ഓരോ കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് നിന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് സംസാരിക്കാനും നേരിട്ട് കണ്ട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാനും ഫീലിങ്സ് കൈമാറാനും ഒക്കെ പറ്റും എന്നുള്ള രീതിയിലുള്ള ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അത് അവൈലബിൾ ആണ് ഇപ്പോൾ, എനിക്ക് തോന്നുന്നു അവൈലബിൾ ആണത്. ഇപ്പോൾ എയുടെ കേസാണ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫിലിമിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഓളി എന്ന് പറയുന്ന ഒരു സിനിമയിൽ വോൾ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോബോട്ടിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അത് ആനിമേറ്റഡ് മൂവിയാണ്. അതിൽ ഇതുപോലെയൊക്കെ തന്നെ അതിൽ ലാസ്റ്റ് എന്ന് പറയുന്നത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോബോട്ടിക് വേൾഡ് പോലെ തന്നെ ഇങ്ങനെ അവരിത് ജീവിക്കുന്നത് ഒരു മനുഷ്യന്മാരൊന്നും ചെയ്യണ്ട. അല്ല, നമ്മുടെ എന്തിന്റെ രണ്ടാമത്തെ പാട്ടിൽ തന്നെ അല്ല അവസാനം എന്തിനിൽ തന്നെ കോൺഷ്യസ് ഒരു ഇത് വരുന്നതാണല്ലോ അതിന്റെ പറയുന്നത്. എയുടെ ഏറ്റവും അവസാനമായിരിക്കും ഫൈനൽ, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഒരു ഭാഗമാണ് എന്തിനും മൂവിയിലൊക്കെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. ഫാന്റസി ഉണ്ട് അതില്. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ചിന്തിക്കുമ്പോൾ കറക്റ്റ് തന്നെ അല്ലേ. ഫീലിങ്സ് വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അവരുടെ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ തന്നെ എയ്ക്കൊരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യണ പോലെ തന്നെ എന്തിനും മൂവിയിൽ ഫീലിങ്സ് വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ഒരു ടീമിനെ റെഡിയാക്കണേ. അതെ, അവർ തന്നെ ഒരു ലോകത്തെ ക്രിയേറ്റ് ചെയ്യണം. എന്നെ ഉണ്ടാക്കിയ ആള് അല്ലെങ്കിൽ ഞാനൊരു റോബോട്ടാണെങ്കിൽ എന്നെ ക്രിയേറ്റ് ചെയ്ത കോഡും കാര്യങ്ങളും എനിക്ക് തന്നെ അറിയാം. ഇത് വേറെ ഒരാളെ എനിക്ക് ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവനെയും കൂടി വേണം സപ്പോർട്ടിന്. അല്ല, എന്നെ ഉണ്ടാക്കാനൊക്കെ ബെറ്റർ ആയിട്ട് ഉണ്ടാക്കാം. കാരണം ആ റോബോട്ട് ഉണ്ടാക്കുന്ന മനുഷ്യനാ, അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ആ റോബോട്ട് ഉണ്ടാക്കുന്ന റോബോട്ട് ഇതിനെക്കാട്ടും ബെറ്റർ ആയിരിക്കും. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം ആ ഒരു കൺസെപ്റ്റാണ് ആക്ച്വലി ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ നമ്മൾ ഈ കാണുന്ന ഏരിയയിലുള്ള ഒരു ഫീൽഡുകളാണ്. ഇതുപോലെ തന്നെ ഈ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പം ഡിക്റ്റേഷൻ ഓബ്വിയസ്ലി നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ്. ഡിക്റ്റേറ്റ് ചെയ്യാനൊക്കെ അതിനെക്കാട്ടും കൂടുതൽ ആക്ച്വലി മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കാരണം അത് നമ്മൾ അങ്ങനെ കോമൺലി അത് നമ്മൾ സംസാരിക്കാത്ത ടോപ്പിക്കാണ്. പക്ഷേ ഈ മെഡിസിൻ ഉണ്ടാക്കാൻ അതിപ്പം ചിലപ്പോൾ 1000കണക്കിന് കോമ്പിനേഷൻസ് കാണും. ഇതെല്ലാം ചിലപ്പോൾ മാനുവലി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എനിക്കതിലൊരു എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാം ഫുള്ളി കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാത്ത പുതിയ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കാൻ പോലും വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു ഏരിയ ആണ്. അത് നമ്മൾ ഈ അത്ര ഒരു ഫേമസ് ഏരിയ അല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയാത്ത. ശരിക്കും പറഞ്ഞാൽ മെഡിക്കലിൽ കുറേ മാറ്റങ്ങൾ ഒത്തിരി ഓൾറെഡി നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഇപ്പോൾ റോബോട്ടിക് സർജറി പ്രൊവൈഡ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും പാർട്ടിന് ഒരു ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ചിലപ്പോൾ അത് കട്ട് ചെയ്ത് കളയേണ്ട അവസ്ഥ വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ കീ ഹോൾ സർജറീസ് ആണ്, നമുക്ക് ചെറിയൊരു ഹോള് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അല്ല ഇപ്പൊ തന്നെ ആണെങ്കിലും ഇപ്പൊ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആണെങ്കിലും അവർക്ക് വെക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറൊരു റോബോട്ടിക്, പക്ഷെ അതിന്റെ മൂവ്മെന്റ് എല്ലാം ബ്രെയിനിൽ നിന്ന് പോകുന്ന രീതിയിലൊക്കെ തന്നെ ചെയ്യുന്നവർക്ക് ഗ്ലാസ് പിടിക്കാനും ഒക്കെ അതന്നെ അവര് വിചാരിക്കുന്ന പോലെ തന്നെ നോർമൽ ഹാൻഡ് പോലെ തന്നെ ചെയ്യാൻ പറ്റും. അതൊക്കെ ഭയങ്കര സംഭവം. അതുപോലെ ഹ്യൂമന്റെ ഒരു കോൺഷ്യസ്നെസ് നമുക്കൊരു റോബോട്ടിലേക്ക് വെക്കുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ ഇപ്പം വരുന്നുണ്ട്. ഇപ്പോ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഇനി വരും കാലങ്ങളിൽ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം ബ്രെയിനിൽ അതിനനുസരിച്ചുള്ള ഡേറ്റാസും കാര്യങ്ങളും കൊടുക്കുകയും ചിപ്പും കാര്യങ്ങളൊക്കെ ഘടിപ്പിക്കുകയും പറ്റും. ഈ അടുത്ത് അറിഞ്ഞ കേസാണ് അപ്പൊ ചിപ്പോ എന്തോ കാര്യങ്ങളൊക്കെ വരുന്നെന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് നമുക്ക് ഒരു റോബോട്ടിൽ അല്ലെങ്കിൽ കൊണ്ട് വെക്കാൻ പറ്റിയെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്കൊരു മരണം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെ നമ്മൾ നിർത്തുക. കാരണം നമ്മുടെ എന്താണ് ഏജ് ആയി പോകുന്നത് നമ്മുടെ ബോഡിയാണ്. ഇപ്പൊ നമ്മുടെ ഓർഗൻസ് ആണ് വീക്ക് ആവുന്നതല്ല. നമുക്ക് നമ്മളുടെ ചിന്തയും കാര്യങ്ങളും നമുക്കൊരു റോബോട്ട് അല്ലെങ്കിൽ ഒരു മെഷീനിൽ നമുക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അതിന് പിന്നെ ഒരു അന്ത്യമില്ല. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഈ പറയുന്ന പോലെ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കുറച്ചും കൂടി ഇത് വന്നതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈവൻ ഡോഗ്സിനൊക്കെ ആണെങ്കിലും കാണാതെ പോകാൻ വേണ്ടി ചിപ്പ് എന്ന് പറയുന്നത് ഒരു ഇഞ്ചക്ഷൻ പോലത്തെ സാധനമാണല്ലോ, ഒരു ചെറിയൊരു ഇതാണല്ലോ. അപ്പോൾ ചിപ്പ് വെക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമണിൽ ചെയ്യാൻ പറ്റില്ല. അത് ഓൾറെഡി അമേരിക്കയിൽ അതിനുള്ള അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ട് അപ്പൊ അത് ബേസ് ചെയ്തുകൊണ്ട് അമേരിക്കയിൽ മനുഷ്യന്റെ മേത്തും പരീക്ഷിക്കാന്നുള്ള ഒരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. എന്തോ ഫൈനൽ സ്റ്റേജിലൊക്കെ ആയിട്ടുണ്ട്. അത് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. കാരണം എലോൺ മാസ്ക് പോലുള്ള ഒരാൾ അതിലേക്ക് ഇറങ്ങിയ സ്ഥിതിക്ക് അതിൽ ഒന്നും കാണാതെ ആയിരിക്കുമല്ലോ അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. കാരണം പുള്ളിനെ പോലെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾ അതിൽ എന്തായാലും നല്ലൊരു ഫ്യൂച്ചർ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ചിപ്പ് ഘടിപ്പിച്ചു. സോ നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, എഡ്യൂക്കേഷൻ സിസ്റ്റം. സോ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം വരെ ബാധിക്കാം ഇത്. കാരണം ചിപ്പ് ഘടിപ്പിച്ച ഒരാളാണെങ്കിൽ ആവശ്യമുള്ള ഡാറ്റാസ് നമുക്ക് നമ്മുടെ നമുക്കൊരു കാര്യം വേണം, നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമ്മളുടെ എന്താ പറയുക കണ്ണാടി മുമ്പിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ തന്നെ കോൺഷ്യസ്ലി ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഗൂഗിളിന്റെ സിഇഒ ആരും എനിക്കറിയില്ല, ഞാൻ ചിന്തിക്കുവാണ് ഗൂഗിളിന്റെ സിഇഒ ആര്, എന്റെ മൈൻഡിലേക്ക് ഉത്തരം വന്നാൽ സെർച്ച് ചെയ്യുന്ന പോലെ നമ്മൾ ബ്രെയിനിൽ സെർച്ച് ചെയ്യാം ഒരു ചിപ്പ്. ആ ചിപ്പിനകത്ത് നമ്മൾ എല്ലാ ഡേറ്റാസും ഉണ്ടാവും. ചിലപ്പോൾ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാം, ചിപ്പിനകത്ത് ഡേറ്റ അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. സോ ആലോചിച്ച് നോക്കിയേ, വളരെ വളരെ പക്ഷേ എലോൺ മസ്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഈ എന്നുള്ളൊരു കേസിൽ അവര് കുറെ റിസർച്ച് നിർത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് ഡേഞ്ചറസ് ന്യൂക്സ് എന്നാണ്, ന്യൂക്ലിയർ ഇതിനേക്കാളും ഡേഞ്ചറസ് ആണ് ചെയ്യുന്നത്. പക്ഷെ പുള്ളിക്കാരൻ അതിന്റെ സ്റ്റഡീസോ റിസർച്ചോ നിർത്തിവെക്കുന്നില്ല. നിർത്തിവെക്കാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. പക്ഷെ എന്നാലും ഇപ്പോ ഒരുപാട് ഓപ്പൺഎയുടെ ഒക്കെ ഫൗണ്ടിങ് ഫാദേഴ്സിൽ ഒരാളാണ് ഇലോൺ മസ്ക്. പുള്ളിക്കാരന് പിന്നെ അതുപോലെ ഓട്ടോമേറ്റഡ് കാർസ് ഇതൊക്കെ ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നുണ്ട് എല്ലായിടത്തും. ഇപ്പോ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്, അപ്പൊ റോക്കറ്റ് നമ്മൾ കാണുമ്പോൾ ഇലോൺ മസ്ക് കുറെ റോക്കറ്റ്, ശരിക്കും അത് ഒരു നെറ്റ്വർക്ക് പോലെ എർത്തിനെ ഫുള്ള് കണക്ട് ചെയ്തുകൊണ്ട് അവരെല്ലാ കാർസും എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ളൊരു പ്രൊജക്റ്റാണ് ശരിക്കും അത്. ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. ആക്ച്വലി ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പവർഫുൾ മാൻ ആരാന്ന് ചോദിച്ചാൽ ചിലപ്പം ഏറ്റവും കൂടുതൽ പൈസ ഉള്ള ആളായിരിക്കും എലോൺ മാസ്ക് ആയിരിക്കും. കാരണം ഇപ്പം ടെസ്ല എല്ലാ സ്ഥലത്തും വരുക, അപ്പോൾ അത് ഫുൾ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. സ്പേസ് എക്സ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അവിടെ നിന്ന് സാറ്റലൈറ്റ് വഴി അറ്റാക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. ലൈക്ക് ടോട്ടലി ഏറ്റവും പവറുള്ള ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ എലോൺ മസ്ക് മാറാനുള്ള ചാൻസ് വായിച്ചതാണത്. ലോകത്തിൽ ആദ്യത്തെ ട്രില്യനെയർ, ഇതൊരു ലോകത്തിൽ ട്രില്യനേഴ്സില്ല. ഇത്രയും നാളും എന്തായിരുന്നു, രാജ്യങ്ങൾ തമ്മിലായിരുന്നു യുദ്ധം. ഇനി തമ്മിലും ഇതേപോലെ ബില്യനേഴ്സും തമ്മിലും ആയിരിക്കും യുദ്ധം, ഉറപ്പാണ്. കാരണം ഈ പറയുന്ന സുന്ദർ പിച്ചൈ പറഞ്ഞിട്ടുണ്ട് ഡേഞ്ചർ ആണ്, പക്ഷെ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. കാരണം ഗൂഗിൾ വരെ ചിലപ്പോൾ പൂട്ടിപ്പോവും. ഈ പറയുന്ന ChatGPT വന്നതോടുകൂടി ഗൂഗിൾ തന്നെ വിയർക്കാൻ തുടങ്ങി. ഇത്രയധികം ഡേറ്റ ഉള്ള കമ്പനി പോലും ഒന്ന് താന്നു. അതെ ശരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു മാറ്റം തന്നെയാണ്. ChatGPT എന്ന് പറഞ്ഞാൽ മാത്രമല്ല, എല്ലാം കൊണ്ടുവന്നപ്പോൾ തന്നെ ഭയങ്കര വലിയ മാറ്റം. ഇനി എന്തായാലും നമുക്ക് ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അതിന്റെ ഒപ്പം ചേഞ്ച് ചെയ്യാൻ. ഈവൻ ഗൂഗിളിൽ നിന്ന് തന്നെയാണെങ്കിലും ഒരു പുള്ളി റിസൈൻ ചെയ്ത് തന്നെയാണെങ്കിലും അയാളും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ കേസ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണ്, പക്ഷെ ഞാൻ അതിന് എതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഇറങ്ങിയേക്കണത്. ഒരു കോമ്പറ്റീഷൻ ആണ് ഇപ്പൊ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനി ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്തൊരു കമ്പനി അതിന് ഇരട്ടിയായിട്ടുള്ള അതിന് പവർഫുൾ ആയിട്ടുള്ള അടുത്തതുണ്ടാക്കും, അടുത്തൊരു ടൂൾ ഇറക്കും. അതന്നെ. ഇപ്പൊ ഞാൻ ചോദിക്കണ്ടേ,
ഇപ്പോൾ IT കഴിഞ്ഞു അല്ലെങ്കിൽ AI വന്നു. AI കഴിഞ്ഞിട്ട് ഇനി വരുന്നുണ്ടോ എന്തെങ്കിലും? ഇനി വരാൻ ചാൻസ് ഉണ്ടോ ഫ്യൂച്ചറിൽ? അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇത്രയും ഡാറ്റയാണോ നമുക്ക് കിട്ടണുള്ളൂ?